शिरडी महादेवा देवा, शिरडी महादेवा, शिरडी महादेवा देवा, शिरडी महादेवा। शांति प्रेम सद्गुरुनादा, शांति प्रेम सद्गुरुनादा, शिरडीपुरी वासा देवा, शिरडी महादेवा देवा, शिरडी महादेवा। ओम शिरडी के साईनाथ सद्गुरुदेवा, शिरडी के साईनाथ सद्गुरुदेवा, शिरडी के साईनाथ सद्गुरुदेवा, शिरडी के साईनाथ सद्गुरुदेवा, शिरडी के साईनाथ सद्गुरुदेवा। गुरुदेव 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 गुरुदेव। ओम शिरडी महादेवा देवा, शिरडी महादेवा। ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാധനാ ജീവിതം അടിപൊളിയാണ്. അടിയെ പൊളിക്കലാണ് സാധന കൊണ്ടുദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി അവൻ സാധനയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ലോകത്തെ കാണുന്നത് എന്നുള്ളത് സാധനയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സാധനയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള വീക്ഷണവും സാധനയ്ക്ക് മുന്നേ ഉള്ള ഒരു വീക്ഷണവും ആ വ്യക്തിക്ക് മാത്രമേ, സാധകന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സാധന ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് തന്നിൽ സംഭവിച്ച മാറ്റങ്ങളെയും തന്നിലെ വീക്ഷണങ്ങളുടെ മാറ്റങ്ങളെയും ഒരു സാധകന് തിരിച്ചറിയാൻ സാധിക്കൂ. പുറത്തു നിന്ന് സാധനയെ കണ്ടതും സാധന ചെയ്തുകൊണ്ട് സാധന അനുഭവത്തിലൂടെ സാധനയെ മനസ്സിലാക്കിയതും എത്രത്തോളം വ്യത്യാസമാണ് എന്നുള്ളത് ഒരു സാധകന് മാത്രമേ തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ. അതായത് ഒരു സാധകനെ മാറ്റിമറിക്കാൻ, അവൻ്റെ വീക്ഷണങ്ങളെ മാറ്റിമറിക്കാൻ സാധനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം. ഔദൂജി രചിച്ച ശൂന്യമായ വാക്കുകൾ എന്ന ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്കിന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ രാമൻകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിത്വം വളരെ യുവാവായിട്ടുള്ള, ആത്മീയതയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒട്ടേറെ ശിഷ്യ പരമ്പരകളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഋഷികേശ് എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. ഇപ്പം വളരെ ചെറുപ്പമാണ്, കാണുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരാണ് തോന്നുന്നത്. അങ്ങയുടെ ഒരു ബാല്യകാലവും എങ്ങനെയാണ് ഈ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ആത്മീയ രീതിയിലേക്ക്, ആത്മീയ പാതയിലേക്ക് കടന്നു വന്നത്, ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഞാൻ കൊല്ലത്താണ് ജനിച്ചത്. അപ്പം എൻ്റെ അച്ഛൻ ചെറുതിലെ തൊട്ടേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമായിരുന്നു. അച്ഛൻ ചിന്മയ മിഷനിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ ആ ഒരു വായന, വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വായിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. ചെറുതിൽ എനിക്ക് സൈക്കോളജി, ഹിപ്നോസിസ്, അദ്വൈതം, ഇതിനകത്തൊക്കെ പണ്ട് തൊട്ടേ ഭയങ്കര താല്പര്യമാണ്.
അപ്പോൾ വായിച്ച് 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 അതിനകത്തോട്ടൊരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ ഒരു കാര്യങ്ങളിലോട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തുള്ള ഇൻട്രസ്റ്റ് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വ്യത്യസ്തനായി കാണിക്കണം എന്നുള്ളൊരു ഈഗോ ആണ്. യഥാർത്ഥ ആത്മീയ ഇതല്ല. അപ്പോൾ ആ ഒരു ഈഗോയിൽ നിന്നാണ് ആക്ച്വലി യഥാർത്ഥ ആത്മീയതയിലേക്ക് വന്നത്. അത് ഗുരു വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് വരെ അറിവുകൾ സമ്പാദിക്കുക, പുസ്തകജ്ഞാനം, പല പല സിദ്ധികളുടെ പുറകെ പോവുക, അങ്ങനെയുള്ള പല ആ ഒരു മാർഗത്തിൽ നിന്ന് ചെറുതിലെ തൊട്ടേ അങ്ങനെയായിരുന്നു. തീരെ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ ഉള്ളിൽ യഥാർത്ഥ അറിയണം എന്നുണ്ട്, പക്ഷെ അവിടെ ഈഗോയും കൂടെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥമല്ല. അപ്പോൾ അത് ഗുരു വന്നതിന് ശേഷമാണ് ആ യഥാർത്ഥ ആ ഒരു മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടത്. അപ്പോൾ ചെറുതിലെ തൊട്ടേ എനിക്ക് ധ്യാനം ചെറുതിലെ ധ്യാനിക്കുമായിരുന്നു. ആരും പറഞ്ഞു തന്നിട്ടല്ല ചെറുതിലെ ധ്യാനിക്കുന്നത്, പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള ധ്യാനം മാർഗങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതലായിട്ടും അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടദൈവമോ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല. കൂടുതൽ ഒരു ഉപനിഷത്ത് തലത്തിലാണ്, ഒരു കോൺഷ്യസ്നെസ് എന്നുള്ളൊരു തലത്തിലാണ്. അപ്പോൾ ധ്യാനിക്കുമായിരുന്നു, കണ്ണടച്ചിരിക്കുമായിരുന്നു. ഇവിടെ ഈ സ്ഥാപനമുള്ള ഈ സ്ഥലത്ത് തന്നെ ധ്യാനിക്കുമായിരുന്നു ഇരുന്ന് എല്ലാ ദിവസവും. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അനുഭവങ്ങളെല്ലാം പാസിങ് അനുഭവങ്ങളാണ്. ഒരിക്കലും നമ്മളെ ലിബറേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള അനുഭവങ്ങളല്ല. അതൊരു അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ അതൊന്നും യഥാർത്ഥമാണെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ഒരു മാർഗമാണ് ചെറുതിലെ ആ ബാല്യം എന്ന് പറയുന്നത്. ആത്മീയ എക്സ്പ്ലോറേഷൻ വേണമെങ്കിൽ പറയാം. അവിടെ പല വ്യാജ ഗുരുക്കന്മാരെടുത്തും സോക്കോൾഡ് ആൾക്കാരുടെ ഇതെല്ലാം പോയിട്ടുണ്ട്, എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരു വന്നതിന് ശേഷമാണ് ക്ലാരിറ്റി വന്നത് എല്ലാത്തിനും. അപ്പോഴാണ് നമുക്ക് ഈഗോ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് യഥാർത്ഥ ആത്മീയത എന്നൊക്കെ ഒരു ഗൈഡിങ് ലൈറ്റ് ആയത് ഗുരുവാണ്. അതിന് മുമ്പ് വരെ ആത്മീയത എന്ന് പറയുന്നത് തീരെ ചെറുതിലെ ഞാൻ വ്യത്യസ്തനാണെന്ന് കാണിക്കാനുള്ളൊരു ടൂൾ എൻ്റെ മനസ്സ് കണ്ടുപിടിച്ചായിരിക്കും ചിലപ്പോൾ, സബ് കോൺഷ്യസ് മൈൻഡ്. കാരണം ഞാൻ വായിക്കുന്നതെല്ലാം ഇതാണ്. അപ്പോൾ താല്പര്യമുണ്ട്, പക്ഷെ താല്പര്യം ഇതിൻ്റെ കൂടെ കുഴഞ്ഞ് ഇരിക്കുന്നൊരു താല്പര്യമാണ്. ഒരിക്കലും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു 100% സത്യസന്ധമായിട്ടുള്ള താല്പര്യം അല്ലായിരുന്നു. അപ്പോൾ അറിവിൻ്റെതായിട്ടുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ചെറുതിലെ തൊട്ടേ. ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഒരു 14-15 ആ ഒരു വയസ്സ് തൊട്ടേ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ മാർഗം എന്താണ് പുസ്തകജ്ഞാനം, എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്നൊക്കെ ഉള്ള മനസ്സിലായത്, തെളിഞ്ഞ് നമ്മുടെ മുമ്പിൽ തന്നെ കാണാൻ പറ്റും. അതിനു മുമ്പ് അജ്ഞനായിട്ട് നമുക്ക് നമ്മുടെ അഹങ്കാരത്തിനെ നമുക്ക് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം അതാണ് ബാല്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പം ചെറുതിലെ തൊട്ടേ അധ്യാപകരാണെങ്കിലും എല്ലാം എന്തുകൊണ്ടോ ഈ സ്പിരിച്വാലിറ്റി ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നു എൻ്റെ അധ്യാപകരെല്ലാം. അത് ഒരുപക്ഷെ ദൈവനിശ്ചയമായിരിക്കാം, പക്ഷെ ആ ഒരു സ്പിരിച്വലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എൻ്റെ അധ്യാപകന്മാരെല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിലൂടെ തന്നെയാണ് ബാല്യം ഉള്ളത്. വീട്ടിലാണെങ്കിലും സ്പിരിച്വാലിറ്റി, എന്താ പറയുക, നാട്ടിലാണെങ്കിലും സ്പിരിച്വാലിറ്റി, വിദ്യാലയത്തിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ഈ മതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മതത്തിൽ ഒതുങ്ങി നിന്നിട്ടുള്ള പഠനമായിരുന്നു ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ മതത്തിൽ. ഇപ്പം ഗുരു വന്നതിന് ശേഷം എന്താ പറയുക, ഒരിടത്ത് നിൽക്കേണ്ട, എല്ലായിടത്തും സത്യം ഉണ്ടെന്നുള്ള ബോധ്യം മനസ്സിലായി. ബാല്യത്തിനെ കുറിച്ച് പറയാൻ ഋഷിജി ഇടയ്ക്ക് പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാണ്. ബുക്ക് റീഡിങ് എല്ലാം ഉണ്ടായിരുന്നു, ഉപനിഷത്തും അങ്ങ് വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായി. അപ്പം ആ സമയത്ത് അങ്ങേ ഗൈഡ് ചെയ്യാൻ ഒരു മെൻറ്ററായിട്ട് ആരായിരുന്നു ഇതിലേക്ക് നയിച്ചത്? ഉപനിഷത്തിലേക്ക് നയിച്ചത് ആദ്യം പുസ്തകങ്ങളാണ്. പ്രധാനമായിട്ടും ജി ബാലകൃഷ്ണൻ നായർജിയുടെ പുസ്തകങ്ങൾ, അതേപോലെ തന്നെ പല രാമകൃഷ്ണ മഠത്തിലെ പുസ്തകങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാമകൃഷ്ണ മഠത്തിലെ പുസ്തകങ്ങളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ചെറുതിലെ ഉപനിഷത്തിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയത്. പിന്നീട് പല പല ഗുരുക്കന്മാരെ കണ്ടുമുട്ടി.
അപ്പോൾ അവർ ഉപനിഷത്ത് ഒരു പഠനം പോലെ അല്ലെങ്കിലും ഉപനിഷത്ത് അവരുടെ സാധനയിലൂടെ ഉപനിഷത്ത് ഉം. വാക്യങ്ങൾ പ്രാവർത്തികമാക്കി തന്നു. അപ്പം അങ്ങനെയാണ് ആ ഒരു ഉപനിഷത്ത് കാലഘട്ടം. പിന്നെ അല്ലാതെ ഗുരുക്കന്മാർ ഇപ്പോൾ താന്ത്രിക ജ്യോതിഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിലുള്ള ഗുരുക്കന്മാരുണ്ട്. അതെ, പിന്നെ ക്രിയായോഗയിൽ ആദ്യം എനിക്ക് ക്രിയായോഗ ദീക്ഷ കിട്ടിയത് ലഹരി മഹാശയൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ സൗമ്യാചരൺ ലാഹിരിയിൽ നിന്നാണ്. അതിനുശേഷമാണ് ശ്രീ എമ്മിനെ പരിചയപ്പെട്ടത്. ശ്രീ എമ്മിനെ പരിചയപ്പെട്ടപ്പോഴാണ് ആക്ച്വലി കൂടുതലായിട്ട് ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഗുരു എന്ന് പറയുന്നത് മറ്റൊരു ഗുരുവാണ്. അപ്പം അത് ഷിർഡി സായി ആണ്. ഷിർഡി സായി വന്നതിന് ശേഷമാണ് ലൈഫിൽ ഒരു ചിട്ട വന്നത്, അലഞ്ഞു തിരിയൽ മാറിയത്. അതിനു മുമ്പ് ഇങ്ങനെ ഉപനിഷത്ത്, തന്ത്ര, സിദ്ധി, അത് ചെറിയ പ്രായത്തിലെ അതായിരുന്നു താല്പര്യം. അപ്പോൾ മനസ്സുകൊണ്ട് വസ്തുക്കളെ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ ഒരു ചെറിയ വയസ്സിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെറുതിലെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഗുരു വന്നപ്പോഴാണ് ഇതൊക്കെ തകർത്ത് എടുത്ത് കളഞ്ഞത്. ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ചത്. ഒന്നിലേക്കാണോ ശൂന്യതയിലേക്കാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് ആ ഒരു ഫോക്കസ് വന്നത് ഗുരുവിൻ്റെ ആ ഒരു എന്താ പറയുക, സാന്നിധ്യവും ആ ഒരു ഗൈഡൻസും ആണ്. അതിനു മുമ്പ് പല ഗുരുക്കന്മാരെ അവരെല്ലാവരും റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ എന്നെ ശരിയായ വഴിയിലേക്ക് അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലും യഥാർത്ഥമായിട്ടുള്ള വഴി കാണിച്ചു തന്നത് ഷിർഡി സായിബാബയാണ്. ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടു, പലയിടത്തും പോയി ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനം അങ്ങ് പറയുണ്ടായി, ഗുരു വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു വെളിച്ചം കിട്ടിയത്, എന്താണോ സത്യം അതിലേക്ക് പോകാനുള്ളൊരു മാർഗം നൽകിയെന്ന് പറഞ്ഞു. ഗുരു എങ്ങനെയാണ് വന്നത്? ഗുരു എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം ഷിർഡി സായി ആണ് എൻ്റെ പരമഗുരുവായിട്ട് കാണുന്നത്. ഷിർഡി സായിബാബയുടെ വിഗ്രഹം വീട്ടിലുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അപ്പം എനിക്കിതാരാന്ന് അറിയത്തില്ല. നമ്മളൊരു നോക്കി പെട്ടെന്ന് ചെറുതിലെ തന്നെ ഞാൻ വിചാരിച്ച വല്ല സാന്റാക്ലോസിനെ ഒരുക്കി വെച്ചേക്കാണോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സത്യസായിബാബയുടെ അപ്പൂപ്പനാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ആക്ച്വലി ഈ ഷിർഡി സായിബാബയുടെ വിഗ്രഹം അലക്ഷ്യമായിട്ട് പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ വിഗ്രഹം എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും. ഇതെന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ക്രിയായോഗ നമ്മൾ അഭ്യസിച്ചത് കൊണ്ട് തന്നെ ബാബാജിയാണ് ഞാൻ സ്വയം എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബാബാജിയെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പല പല സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലെസ്സിങ് തന്നെയാണ് ഷിർഡി സായിനെ കണ്ടുമുട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഷിർഡി സായിനെ ആദ്യം ഞാൻ അറിഞ്ഞത് ശ്രീ എമ്മിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ്. ശ്രീ എമ്മിൻ്റെ ഗുരുസമക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ആ പുസ്തകം വായിച്ചപ്പോൾ ഷിർഡി സായിബാബയെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവം എഴുതിയേക്കുന്നതുണ്ട്. അങ്ങനെ വായിച്ച് ഞാൻ വിട്ടു. അപ്പോൾ എന്താ പറയുക, എൻ്റെ മനസ്സിലോട്ട് ഈ പുള്ളി നല്ല സംഭവമാണെന്നുള്ളൊരു കാര്യമാണ് മനസ്സിൽ വന്നത്. റെസ്പെക്റ്റ്ഫുൾ ആയിട്ടൊന്നും അല്ല കണ്ടത്. അതിനുശേഷം ഒരു ദിവസം ട്രിവാൻഡ്രം പ്രഭൂസ് ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അവിടെ ആത്മീയ പുസ്തകങ്ങളുടെ ഒരു ശേഖരം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പണ്ട് തൊട്ടേ എനിക്ക് സ്പിരിച്വൽ ബുക്സ് കണ്ടാൽ അവിടെ എപ്പോഴും അവിടെ മാത്രം നിൽക്കും. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ. അപ്പോൾ ഈ പുസ്തകം വായിക്കാനായിട്ട് പോയപ്പോൾ ഒരു പുസ്തകം സായിബാബയുടെ ഒരു ബുക്ക്, ആ ബുക്ക് ഞാനിങ്ങനെ എടുത്തപ്പോൾ അനുഭവങ്ങളാണ്, ബാബയുടെ അനുഭവങ്ങൾ, ഡെവോട്ടീസിൻ്റെ അനുഭവങ്ങൾ. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഈ അനുഭവങ്ങൾ വായിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ ആ കടയിൽ നിന്ന് വേറെ കുറേ ഉപനിഷത്ത് സംബന്ധമായിട്ടുള്ള ബുക്കുകളും അങ്ങനെയുള്ള ബുക്കുകളും ഒക്കെ വാങ്ങി. അപ്പോൾ ചെറുതിലെ യോഗ ഞാൻ പഠിച്ചിട്ടുണ്ട്.
സുരേന്ദ്രനാഥ്ജിയാണ് എൻ്റെ യോഗയിലെ ഗുരു, കടലുണ്ടിയിലുള്ള. അപ്പോൾ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള യോഗ പഠിച്ചിട്ടുണ്ടെങ്കിലും യോഗ പഠിപ്പിക്കുമെങ്കിലും യോഗയല്ല എൻ്റെ സാധനമാർഗം. താല്പര്യമാണ് യോഗ, ഇൻട്രസ്റ്റ് മുഖേന പഠിച്ചതാണ്. അപ്പോൾ പഠിപ്പിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഹൃദയത്തിൻ്റെ മാർഗം യോഗ സാധനമല്ല. പക്ഷെ യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാനും പതഞ്ജലി യോഗസൂത്രം പണ്ട് തൊട്ടേ ക്രിട്ടിക്കൽ തിങ്കിങ് ഭയങ്കരമായിട്ട് ഉണ്ടായതുകൊണ്ട് ഇതിനെ ക്രിട്ടിക്കലായിട്ട് ഓരോ പുസ്തകങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഭഗവത്ഗീത ആണെങ്കിലും ഒരേ സമയം ഞാൻ രാമകൃഷ്ണ മഠത്തിൻ്റെ ബുക്കും വായിക്കും, അതിനെക്കുറിച്ചിട്ടുള്ള യുക്തിവാദികളുടെ ബുക്കും വായിക്കും. അപ്പോൾ രണ്ടും കൂടെ വെച്ചിട്ട് എന്താണ് അതിനകത്ത് വല്ല സത്യമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സ്കെപ്റ്റിക്കലായിട്ടുള്ള ഒരു ചിന്ത പണ്ട് തൊട്ടേ ഉണ്ട്. അങ്ങനെ എല്ലാം പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാറില്ല. അപ്പോൾ താരതമ്യ പഠനങ്ങൾ നടത്താൻ വേണ്ടി അന്ന് ഇന്റർനെറ്റ് അത്ര വലിയ ഇതല്ലാത്തത് കൊണ്ട് പുസ്തകങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സി രവിചന്ദ്രൻ്റെ ഒക്കെ ബുക്കുകൾ വായിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പല യുക്തിവാദികൾ, എത്ര തന്നെ ആത്മീയ ബുക്കുണ്ടോ അത്രയും തന്നെ എൻ്റെ അടുത്ത് യുക്തിവാദികളുടെ ബുക്കുണ്ട്. അപ്പോൾ അത് വായിക്കാനായിട്ട് ഈ കടകൾ കയറി ഇറങ്ങും, പല പല കടകൾ. ഇപ്പോൾ കൊല്ലത്തൊന്നും അധികം സ്പിരിച്വൽ ബുക്സിൻ്റെ കടകളില്ല. ട്രിവാൻഡ്രത്ത് പ്രഭൂസിലാണ് ഞാൻ കൂടുതൽ പോകാറ്. പിന്നെ ഓൺലൈനായിട്ട് എനിക്ക് ഓർമ്മയില്ല, വാങ്ങിക്കുമായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓൺലൈനായിട്ട് ഏതോ കാലഘട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താരതമ്യ പഠനങ്ങൾ നടത്താൻ വേണ്ടി ഇങ്ങനെ വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഈ ബുക്ക് കണ്ടത്. പിന്നെ ഒരു ദിവസം എൻ്റെ അനിയത്തിക്ക് ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ട് കൊല്ലത്ത് ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടൊരു ബന്ധമില്ലാത്തൊരു കടയിൽ കയറി. എന്തോ ഒരു ഗൈഡ് വാങ്ങിക്കാനായിട്ട് സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ അവിടെ വീണ്ടും ആ ബുക്ക്, ആ കടയിൽ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കട. അപ്പോൾ ആ കടയിൽ ഈ ബുക്ക് മാത്രമുണ്ട്. അപ്പോൾ ഈ ബുക്ക് ഇവിടെയും വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ ഇതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വേറെ ഈ സാധാരണ കടകളിലുള്ള പോലെ പുരാണങ്ങളും അങ്ങനെയുള്ള ബുക്ക് മാത്രമേ ഉള്ളൂ, അവിടെ സ്പിരിച്വാലിറ്റി ഇല്ല. അപ്പോൾ പെട്ടെന്ന് ആ ബുക്ക് എൻ്റെ ഫ്രണ്ടിൽ വീണു. പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ശ്രീയമ്മിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു ബുക്ക് വീണിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ കാണാൻ വീണാണെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് താല്പര്യത്തോടെ എടുത്തല്ല, അതെടുത്ത് വാങ്ങിച്ചിട്ട് അത് മാത്രം, ഗൈഡും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, അത് മാത്രം കിട്ടി. എന്നിട്ട് ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ണുനീര് വരാൻ തുടങ്ങി. ആ ബുക്കിൻ്റെ കണ്ടന്റുമായിട്ട് ബന്ധമില്ല, കണ്ണുനീര് വരാൻ തുടങ്ങി. ബാബയുടെ ആരോ അടുത്തുള്ളത് പോലെ തോന്നാൻ തുടങ്ങി. അപ്പം എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയാൽ തന്നെ ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഹാലൂസിനേഷൻ ആയിരിക്കും, സൈക്കോളജിക്കൽ ചിന്തകളെ പോകത്തുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് അവിടെ സാന്നിധ്യം വരാൻ തുടങ്ങി. ഒരാൾ നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, പക്ഷെ അയാളെ നമുക്ക് കാണാനും പറ്റത്തില്ല. ആ രീതിയിലാണ് ആ ബുക്ക് പൂർണ്ണമായിട്ടും വായിച്ചു തുടങ്ങി. അപ്പോൾ പ്രപഞ്ചത്തിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതും ഇതുമൊക്കെ ഒന്നാണെന്ന്, ഞാനും ആ മരവും ഒക്കെ ഒന്നാണെന്ന് തോന്നാൻ തുടങ്ങി. ആ ബുക്ക് വായിക്കുന്ന സമയത്താണ്. ആ സമയം തൊട്ടാണ് ബാബ ലൈഫിലേക്ക് വന്നത്. അപ്പം അത് ആ ഒരു ബുക്കിൻ്റെ എന്താ പറയുക, അതിൻ്റെ കണ്ടന്റുമായിട്ട് ഈ അനുഭവത്തിനൊരു ബന്ധമില്ല. പക്ഷെ അത് വായിച്ചപ്പോൾ തൊട്ട് ബാബ വരാൻ തുടങ്ങി, ഷിർഡി സായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ അങ്ങനെ ഹിന്ദു മതപ്രകാരമുള്ള പ്രാർത്ഥനകളാണ് നടത്താറുള്ളത്. അപ്പോൾ ഞാൻ ഈ ബാബയുടെ വായിക്കുന്നതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അച്ഛന് ഡെഫിനറ്റ്ലി അറിയാം, അതുകൊണ്ടാണ് ആ വിഗ്രഹം, അച്ഛൻ പുറത്തായിരുന്നു, മസ്കറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം അമ്മ യോഗാചാര്യാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്പിരിച്വൽ ആ ഒരു ഇതുണ്ട്. എന്നാലും ഒരു ഹിന്ദു രീതിയിലുള്ള ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുവരെ ബാബേനെ, ആ വിഗ്രഹം ഉണ്ടെങ്കിൽ ബാബേനെ പ്രാർത്ഥിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ ബുദ്ധനെയൊക്കെ ഒരു ഡെക്കറേഷൻ വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല അനുഭവത്തിനെ കുറിച്ച്. പിന്നെ എന്തോ ഒരു കാര്യത്തിന് ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങി. അമ്മയ്ക്കും ഇതേ അനുഭവം വരാൻ തുടങ്ങി, അച്ഛനും വരാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളും ഇല്ല. അവർക്ക് ഗുരുക്കന്മാരെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമേ ഇഷ്ടവുമല്ല. പല പാർട്ടികളിലുള്ള പല ആൾക്കാർ ഉണ്ട്, യുക്തിവാദികൾ എല്ലാം ഉണ്ട്.
പക്ഷെ അവർക്ക് ഓരോരുത്തർക്കും അനുഭവങ്ങൾ, ഈ സെയിം അനുഭവം തന്നെ വരാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന എൻ്റെ കസിൻസ് പോലും അവർ അമ്പലത്തിലോ ഒന്നും പോവില്ല, പക്ഷെ ബാബേനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ വീട്ടിലൊരു ആളെ പോലെയാണ്. കാരണം അവർക്കും അനുഭവങ്ങൾ വരാൻ തുടങ്ങി. അത് ആം, ബാബ എന്നിലേക്ക് വന്നത് മുഖേനയാണ് അവരിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം അതൊരു ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കാം ബാബ ഏൽപ്പിച്ച്. പക്ഷെ ഇന്ന് നമുക്കൊരു എല്ലാ ദിവസവും സത്സംഗം നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അതിനകത്തുള്ള മിക്ക ആൾക്കാരും ഈ ജെൻസി എന്ന് പറയുന്ന ആൾക്കാരാണ്. ആക്ച്വലി അതിനകത്ത് അവർക്ക് എല്ലാവർക്കും ബാബയുടെ ടീച്ചിങ്സുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാനും എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. എനിക്ക് ആ ഒരു അനുഭവമാണ് അതിനുശേഷം ബാബ വന്നതിന് ശേഷം സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു കളയാൻ ബാബ പറയാൻ തുടങ്ങി. ഈ തന്ത്ര ഇത് എല്ലാം എടുത്ത് ദൂരെ കളയാൻ ബാബ പറഞ്ഞു. ഇപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അതൊന്നും നോക്കാറ് പോലും ഇല്ല. ദൂരത്തോട്ട് പോയപ്പോലും ആരെങ്കിലും ഇങ്ങനെയുള്ള സിദ്ധികളുടെ പുറകെ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്, അങ്ങനെ വീണ്ടും തിരിച്ചെടുത്ത് കളയേണ്ടി വരുമെന്നുകൊണ്ട് അതിനാ പഠിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു സ്കൾപ്ചർ എങ്ങനെയാണ് ഇത് ഒരു രൂപം ഉണ്ടാക്കുന്നത്, അതേപോലെ എടുത്ത് കളയാൻ തുടങ്ങി. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എടുത്ത് കളയാൻ തുടങ്ങി. മറ്റ് മതങ്ങളിലെ ആത്മീയതയെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ വന്നു. അപ്പോൾ മറ്റ് മതങ്ങളുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആയിട്ട് എക്സ്പ്ലോർ ചെയ്തത് സൂഫി ഇസ്ലാമിക് ആത്മീയതയാണ്. അപ്പോൾ പണ്ട് എനിക്ക് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഇതൊന്നുമില്ല, നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ അറിഞ്ഞപ്പോൾ ആ മാർഗത്തിലും ബാബയ്ക്കും അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് പിന്നെ മനസ്സിലായി. അപ്പം അതിനെക്കുറിച്ചൊരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട്, ബാബയുടെ സൂഫി ഇതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങളിലും സത്യമുണ്ട്. അതെങ്ങനെ നമ്മൾ ആചരിക്കുന്നു, അല്ല അതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അതോ സർഫസ് ലെവലിൽ ഇരിക്കുകയാണോ? ബാബ പറയുന്നത് പോലെ ഈ പാല് മാത്രം കാണാതെ പാലിൻ്റെ അകത്തുള്ള നെയ്യ് കാണുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറയുന്ന പോലെ ആ ഒരു മാർഗത്തിൽ പതുക്കെ ബാബ നയിക്കാൻ തുടങ്ങി. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ഈ അലയൽ ഇല്ലാതായി. പിന്നെ എവിടെങ്കിലും എത്തിച്ചേർന്നാൽ തന്നെ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടോ, ഒരാളെ കണ്ടുമുട്ടിയാൽ തന്നെ എന്തെങ്കിലും ഒന്ന് അവിടുന്ന് കിട്ടാനുണ്ടോ. അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നവരുടെ അടുത്ത് നമ്മുടെ അടുത്ത് വരാനും സാധിക്കത്തില്ല. ഇപ്പം എനിക്കിപ്പോൾ ചില സ്ഥലത്ത് പോകണമെന്ന് തോന്നിയാലും അപ്പം തന്നെ ബാബ തടയും രീതിയിൽ. ഇപ്പോൾ സച്ചരിത ഒന്ന് തുറന്നു നോക്കുമ്പോൾ തന്നെ വീട്ടിൽ അത് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ പോരെ എന്നുള്ള രീതിയിലായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബാബ ലൈഫിലേക്ക് വന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ കുടുംബത്ത്, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി പോലും ബാബ ഡിവോട്ടീസാണ് എല്ലാവരും. അപ്പോൾ കൂടുതൽ പേർക്കും ഡിവോഷണൽ പാത്താണ്, എല്ലാവരും സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലല്ല ബാബനെ കാണുന്നത്, ടീച്ചിങ്സിലൂടെ അല്ല കാണുന്നത്, ആ ഒരു ഭക്തിയിലൂടെയാണ് കാണുന്നത്. എന്നാലും എല്ലാവർക്കും ബാബ എല്ലാവരിലേക്ക് എത്തി ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പം അങ്ങനെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സത്സംഗം ആരംഭിച്ചു. നമ്മൾ എല്ലാ വ്യാഴാഴ്ച അതായത് മാസത്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ച നമ്മൾ ബാബയുടെ സത്സംഗം, ഭജനും നാമജപവും ആരതിയൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടി അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ വിഗ്രഹാരാധനയെക്കുറിച്ച് എനിക്ക് ഉപനിഷത്തും എന്താ പറയുക, വേദങ്ങൾ മുഴുവനായിട്ട് ഒരിക്കലും വേദം വായിച്ചിട്ടില്ല, പക്ഷെ വേദങ്ങളിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് എനിക്ക് അങ്ങനെ വിഗ്രഹത്തിനോട് അത്ര വലിയ ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. എതിർപ്പല്ല, എന്നാലും ഒരു കണക്ഷൻ ഇല്ല, വിഗ്രഹത്തിൽ മാത്രമാണ് എന്നുള്ളത് അങ്ങനൊരു വിചാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിഗ്രഹം
ുന്നതിനോട് വലിയ താല്പര്യമില്ല. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിഗ്രഹം വെച്ചാൽ നല്ലതായിരിക്കും, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു പ്രഭ വരും എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എതിർത്ത് പറയാ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാബ തന്നെ ഒരു ദിവസം എനിക്ക് നമുക്കിവിടെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ സ്റ്റക്കായിപ്പോയി. ഒരു വലിയ സംഖ്യ സ്റ്റക്കായിപ്പോയി. ഇതെങ്ങനെ സ്റ്റക്കായെന്നൊന്നും എനിക്കറിയില്ല. എന്ത് ചെയ്തിട്ടും അത് വരുന്നില്ല. അത് നല്ലൊരു എമൗണ്ടാണ്. എന്ത് ചെയ്തിട്ട് അത് റിലീസാവുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, മീൻസ് ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം നോക്കി, പക്ഷേ റിലീസാവുന്നില്ല. ഇനി എന്ത് ചെയ്യാമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു മെസ്സേജ് വന്നു, ആ പൈസ കിട്ടിയ വിഗ്രഹം വാങ്ങിക്കുമെന്ന് പറയാം. അങ്ങനെയാണ് മെസ്സേജ് വന്നത്. അത് പറഞ്ഞ് 5 മിനിറ്റിന് ശേഷം എമൗണ്ട് റിലീസായി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് വിഗ്രഹം ഇവിടെ വന്നത്. അപ്പോൾ അത് വിഗ്രഹത്തിനെ നമ്മളൊരു ഫോക്കസ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെയാണ് ആ ഒരു ബാബ വന്ന് ആ ഒരു എക്സ്പീരിയൻസ്. സായി സായി സ്മരണ കരോ, സായി സായി സ്മരണ കരോ, ഗുരു ചരണ കമല ധ്യാന കരോ, ഗുരു ചരണ കമല ധ്യാന കരോ, കേശവ മാധവ ഭജന കരോ, കേശവ മാധവ ഭജന കരോ, സദ്ഗുരു സായി സേവാ കരോ, ശ്രീ സദ്ഗുരു സായി സേവാ കരോ, സായി സായി സ്മരണ കരോ, ഗുരു ചരണ കമല ധ്യാന കരോ. ഋഷിജി, അങ്ങ് നേരത്തെ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഭക്തരും ഉണ്ട്, യുക്തിവാദികളും ഉണ്ട്, എല്ലാ മാർഗത്തിലുള്ളവരും ഒരു എക്സ്റ്റൻഡ് ഫാമിലി പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങ് ഉപനിഷത്ത് പഠിച്ചിട്ടുമുണ്ട്, എന്നാൽ അതിനോടൊപ്പം യുക്തിവാദങ്ങളുടെ ബുക്കും അങ്ങയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഉപനിഷത്തിൻ്റെ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ ഒരു ആഴവും യുക്തിവാദത്തിൻ്റെ ഒരു പരിമിതി, അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? യുക്തിവാദം സത്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികളിൽ വളരെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് യുക്തിവാദി. കാരണം അവർക്കുള്ള കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നത്, അവർ ആർജിച്ചറിഞ്ഞ അറിവ് ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. പക്ഷെ കപടത ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സ്പിരിച്വൽ ആൾക്കാരിലുമാണ്. അത് അനുഭവിക്കാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു. അപ്പോൾ യുക്തിവാദികളുടെ ഉപനിഷത്ത് വായിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഉപനിഷത്തിൻ്റെ ഇപ്പോൾ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, അതേപോലെ യുക്തിവാദികൾ പറയുന്ന ഇത് വായിക്കുമ്പോഴും ഏകദേശം രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അവരുടെ ഡയറക്ഷൻ കുറച്ച് വേറൊരു ഡയറക്ഷനാണെന്നുള്ളത്. കാരണം അവർക്കൊരു പക്ഷേ ഉപനിഷത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മാർഗം വിടുമെന്നാണ്, മാർഗം ഒന്ന് വ്യതിചലിക്കുന്ന, മീൻസ് ഡയറക്റ്റ് മാർഗത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ സത്യസന്ധത ഉള്ളവരാണ് കൂടുതൽ പേരും യുക്തിവാദി. അവർക്ക് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളവർ വളരെ കുറവാണ്. കാരണം അവർ അറിഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഉപനിഷത്തിൻ്റെ ആഴം അറിഞ്ഞ് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള യുക്തിവാദിയായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ദ ഗോഡ് ഡിലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയ, ഇവരുടെ സന്തത സഹചാരിയായിരുന്നിട്ടുള്ള സാം ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോകം അറിയുന്ന യുക്തിവാദി ഉപനിഷത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഉപനിഷത്തിനെ കുറിച്ച് പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഉപനിഷത്ത് സത്യങ്ങളും ബുദ്ധിസ്റ്റ് ഇതും കൂടെ ചേർന്നിട്ട് വേക്കപ്പ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഇതിലേക്ക് വരുന്നുണ്ട് ആക്ച്വലി. പക്ഷെ അത് ചില യുക്തിവാദികൾ അടഞ്ഞ മനസ്സുള്ളവരാണ്, അവരെ നമുക്കൊന്നും
ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഒരു Acceptance. സമയമാകുമ്പോൾ മാത്രമേ. പക്ഷെ വളരെ ഫോറിനേഴ്സ് എസ്പെഷ്യലി അവർ ഇതിനകത്തൊക്കെ ഒരുപാട് സ്റ്റഡി നടത്തുന്നുണ്ട്. പലതും അവർ തള്ളിക്കളയുന്നത് അറ്റ്ലീസ്റ്റ് അനുഭവം ഇല്ലെങ്കിൽ പോലും അവർ പഠിച്ചെങ്കിലും അതിനെ അറിഞ്ഞതിന് ശേഷമാണ്. പിന്നെ സാം ഹാരിസിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി രമണ മഹർഷിയുടെ ആ ഒരു ലീനേജിലുള്ള പല ഗുരുക്കന്മാരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. അങ്ങനെ പുള്ളി ആ ഒരു സ്പിരിച്വൽ ജേണിയിലാണ് ഇപ്പോൾ. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും രാമകൃഷ്ണ മഠത്തിലെ യോഗികളൊക്കെ ആയിട്ട് പുള്ളിയുടെ ചർച്ചയുണ്ട്. വളരെ ഇതാണ്. അപ്പോൾ ഉപനിഷത്തിൻ്റെ ആഴം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ യുക്തിവാദം മുങ്ങി ലയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതല്ല, അതാണ് സത്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല ഉപനിഷത്ത് പഠിപ്പിക്കുന്നവരാണെങ്കിൽ പോലും അതിനകത്ത് ചില സംഘടനകളാണെങ്കിലും അവരുടെ അജണ്ടകൾ അതിനകത്ത് ഇൻജക്റ്റ് ചെയ്യും. അവരുടെ ഭക്തി അല്ലെങ്കിൽ അവരുടെ പരബ്രഹ്മം എന്ന് പറയുന്നതിന് വരെ അവരുടെ ദൈവത്തിൻ്റെ പേര് പറയും. അത് തെറ്റാണെന്നല്ല, പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് ഇവർ കാണുമ്പം ഇവർ അതല്ലേ കാണുന്നത്, യഥാർത്ഥ ഇതല്ലല്ലോ കാണുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു പേഴ്സണൽ ഗോഡിനെയോ പരബ്രഹ്മം എന്നുള്ള എടുത്ത് ഏതെങ്കിലും ഒരു പേഴ്സണൽ ഗോഡിൻ്റെ പേര് പറയുമ്പം ഇവർക്ക് ഓൾറെഡി അതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തതായതുകൊണ്ട് ഇവർ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് തെറ്റിദ്ധാരണയാണ്, കാരണം ആ ഒരു ഇത് കണ്ടിട്ടാണ്. അപ്പോൾ വേദാന്തത്തിൽ മുങ്ങി ലയിക്കാവുന്നതേ ഉള്ളൂ യുക്തിവാദം, പക്ഷെ ഓപ്പൺ ആയിട്ടുള്ള യുക്തിവാദി. അതേപോലെ ഈ വേദാന്തം പഠിച്ചിട്ട് യുക്തിവാദി ആവുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മീൻസ് പഠിക്കാൻ വേണ്ടി മാത്രം പഠിച്ചിട്ട്. ഋഷിജി, അങ്ങ് ഉപനിഷത്തെ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം ഉപനിഷത്തിൽ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മന്ത്രം നമുക്ക് വേണ്ടി ചൊല്ലാം, അതിൻ്റെ ഒരു അർത്ഥവും മന്ത്രവും. ഉപനിഷത്തിൽ എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് ഈശാവാസ്യ ഉപനിഷത്തിലെ പൂർണ്ണവിധം എന്നുള്ളതാണ്. അപ്പോൾ ആ ശ്ലോകമാണ് ആക്ച്വലി എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത്. എനിക്ക് 8 വയസ്സിൽ ഞാൻ എട്ടാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, മരണത്തിന് ശേഷം എന്ത് ഈ ഞാൻ എവിടെ പോകും, മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കാന്നുള്ളതല്ല, മരണത്തിന് ശേഷം ഞാൻ എന്ന് പറയുന്ന ആളെവിടെ പോകും എന്നുള്ളൊരു ചിന്തയുണ്ടായി. അപ്പം അതെന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ആ ട്യൂഷൻ ക്ലാസ്സിൽ എവിടെ ഇരുന്നാണ് അത് വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ 8 വയസ്സിൽ സംഭവിച്ച വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി എൻ്റെ ചെറിയ കാലത്തിൽ സംഭവിച്ച ഒന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. ആ സംഭവം വന്ന സ്ഥലം വരെ എനിക്ക് ഓർമ്മയുണ്ട്, ഏത് സ്ഥലത്തിരുന്നാണ് വന്നത്. അപ്പോൾ ആ ഒരു ചിന്തയ്ക്ക് ഒരു ഉത്തരം കിട്ടിയത് ആ ശ്ലോകത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഈശാവാസ്യ ഉപനിഷത്ത് തന്നെയാണ്. പിന്നീടാണ് ഷിർഡി സായിബാബയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഷിർഡി സായിബാബയുടെ സച്ചരിതത്തിൽ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ടും ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ചുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു റിലേറ്റഡ് ആയിട്ട് തോന്നി. പക്ഷെ ഈശാവാസ്യ ഉപനിഷത്താണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഉപനിഷത്ത്. ഞാൻ കൂടുതലും ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ രാമകൃഷ്ണ മഠത്തിലെ കമൻട്രീസാണ് വായിക്കുന്നത്. അപ്പം അങ്ങനെ വായിക്കാറില്ല. ഇപ്പോൾ കൂടുതലും വായന ഇൻസ്പിറേഷനാണ്, മീൻസ് ഓരോ ഗുരുക്കന്മാരുടെ ജീവിതവും അങ്ങനെയുള്ള വായനയാണ്. അല്ലാതെ നമ്മൾ ഉപനിഷത്തൊന്നും ഇപ്പോൾ അങ്ങനെ, ഉപനിഷത്താണെങ്കിൽ അങ്ങനെ ഗ്രന്ഥങ്ങൾ കുറവാണ്, വളരെ കുറവാണ് വായിക്കുന്നത്. പക്ഷെ പണ്ട് വായന ഭയങ്കര നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല പുരാണങ്ങൾ അങ്ങനെ വായിക്കാറില്ല, ഉപനിഷത്തും അതേപോലെ തന്നെ. പിന്നെ ബാബയിലേക്ക് വന്നതിന് ശേഷം സൂഫിസത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കൂടുതൽ വായിക്കാൻ തുടങ്ങി. ജലാലുദ്ദീൻ റൂമി, അബ്ദുൽ ഖാദിർ ജിലാനി, അപ്പം അങ്ങനെയുള്ളവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. അവരെന്താണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള, അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്, ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനകത്ത് അദ്വൈതം, വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെയാണ് അദ്വൈതം എന്ന് തന്നെ പറയുന്നത്. അതിന് വേറെ ഇൻ്റർപ്രിട്ടേഷൻസും ഉണ്ട്, പക്ഷെ നമ്മുടെ ഉപനിഷത്ത് മാർഗത്തിൽ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അദ്വൈതം. അപ്പം അതാണ് ഞാൻ എന്ന് മൻസൂർ അലി ഹല്ലാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂഫി ഗുരു പറഞ്ഞപ്പോഴാണ് ഗുരുവിനെ ഇല്ലാതാക്കിയത്. അപ്പം അങ്ങനെ സൂഫിസത്തിലുള്ള വായന ഉണ്ട്. ഗുരു വന്നതിന് ശേഷം കൂടുതലായിട്ടും സൂഫി വായനയാണ് ഉണ്ടായിട്ടുള്ളത്. സൂഫി സംഗീതങ്ങൾ കേൾക്കുക. അപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായത്
ഇതാണ് എല്ലാം ഒന്നാണ്. പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ മീസ്റ്റർ എക്കാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്വൈതിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഫുൾ അദ്വൈതമാണ്, ക്രിസ്ത്യാനിറ്റിയുടെ അദ്വൈത ഇന്റർപ്രിട്ടേഷനാണ്. അപ്പോൾ അതും കൂടുതലായിട്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലും ചില സന്യാസിമാർ അദ്വൈത ഇന്റർപ്രിട്ടേഷൻ, യോഗാനന്ദ സ്വാമി ദ ലോസ്റ്റ് ടീച്ചിങ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് എൻറ്റയർ ബൈബിളിന്റെ അദ്വൈത അർത്ഥമാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലും താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഭക്തി എല്ലാം ഇഷ്ടമാണ്. ഒരുപാട് പേരെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിലും, എന്നെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ട് വായിക്കുന്നതെല്ലാം കൂടുതലും ഭക്തി ഗ്രന്ഥങ്ങൾ അത്ര വായിക്കാറില്ല. എന്നാലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു പുസ്തകം നാരദ ഭക്തി സൂത്രമാണ്. അതിൽ നിന്നാണ് എനിക്ക് നവവിധ ഭക്തിനെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ ബാബയിലേക്ക് വന്നപ്പോൾ ബാബ പറയുന്നത് മുഴുവൻ നവവിധ ഭക്തി. അപ്പോൾ ആ നവവിധ ഭക്തി കൂടുതലായിട്ടും ബാബ പറയുന്ന ഒരു വാക്യമുണ്ട്, 9 ഗ്രഹങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ നവവിധ ഭക്തിയിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളൊരു പാഠം ബാബയുടെ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനൊരു മാർഗമാണ്. അപ്പോൾ ഉപനിഷത്തിലൂടെ സൂഫിസത്തിലൂടെ ബാബയുടെ സച്ചരിത വായിച്ചപ്പോഴാണ്, മൂലഗ്രന്ഥമുണ്ട് ഒരു 1000 പേജുള്ള, അപ്പോൾ അത് വായിച്ചപ്പോഴാണ് ഇത്രയും നാൾ ഞാൻ വായിച്ച എല്ലാത്തിൻ്റെ ഒരു സമ്മറി പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗീത ഇഷ്ടമാണ്, എന്നാലും കൂടുതലും ആ ഒരു സൂഫി റീഡിംഗ് ആണ് ഇഷ്ടം. കൂടുതലും ഈജിപ്ഷ്യൻ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഈജിപ്തിലും അദ്വൈതമാണ് അവരുടെ കോർ ടീച്ചിങ്. ഈജിപ്തിലുള്ള പല ദേവന്മാരും നമ്മളുടെ ദേവന്മാരും തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട്. അതേപോലെ മായൻ സിവിലൈസേഷൻ, അവിടെ നമ്മൾ ആത്മീയമായിട്ട് നമ്മളെ അറിയുന്ന പ്രക്രിയയുടെ പേര് യോക്ക് എന്നാണ്. നമ്മളിവിടെ യോഗ എന്ന് പറയുമ്പോൾ ഇവിടെ യോക്ക്. അതിൻ്റെ എനർജി സെൻറ്റേഴ്സിനെ നമ്മൾ ചക്ര എന്ന് പറയുമ്പോൾ അവർ ചക്ല എന്ന് പറയുന്നത്. അവരുടെ ദേവന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 ഷഡാധാരങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ ദൈവങ്ങളെല്ലാവരും ഒരു പൈൻ മരം, ഒരു പൈൻ ഫ്രൂട്ട് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എല്ലാ ദേവന്മാരും മിക്ക ദേവന്മാരും ഒരു പൈൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. അതേപോലെ അവരുടെ ഐ ഓഫ് ദ ഹോറസ് എന്ന് പറഞ്ഞ കണ്ണ് ഇങ്ങനെയുണ്ട് ഈജിപ്തിൽ, അത് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡിൻ്റെ ഡയഗ്രാമാണ്. അപ്പം അത് ആ ഒരു കണക്ഷൻ ബാബ വന്നതിന് ശേഷമാണ് അത് കൂടുതലായിട്ടും അതിലേക്ക് പോകാൻ തുടങ്ങിയത്. മുമ്പ് ഉള്ള സ്പിരിച്വാലിറ്റി ഒരു പർട്ടിക്കുലർ ജനിച്ച മതത്തിൽ ഒതുങ്ങി നിന്നു. അപ്പം ഇപ്പോൾ ഉപനിഷത്ത് വായിക്കുമെന്ന് ചോദിച്ചാൽ വായിക്കാറില്ല. ഉപനിഷത്തായിരുന്നു വായിച്ചിരുന്നത്. ഇപ്പോൾ ഉപനിഷത്ത് സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ശ്ലോകം സ്വാധീനിച്ചു. ഇപ്പോൾ സ്വാധീനിക്കുന്നതെല്ലാം ഗുരുവാണ്. ബാക്കി സ്വാധീനങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാധീനം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള. ഋഷിജി, അങ്ങ് ഇപ്പം പറഞ്ഞു സൂഫിസം അങ്ങേ കൂടുതൽ ഇപ്പം സ്വാധീനിച്ച്, റൂമിയെക്കുറിച്ചും ബാബ ഫോളോ ചെയ്തിരുന്ന ആ ഒരു സൂഫി മെത്തേഡാണല്ലോ, അതായിരിക്കും കുറെ കൂടി ഇൻഫ്ലുവൻസ് ആയത്. അപ്പം ഒട്ടേറെ കോഡ്സ് നമുക്ക് സൂഫിസത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വാധീനിച്ച ഒരു സൂഫി കോട്ട്, അതിൻ്റെ ഒരു അർത്ഥവും നമുക്കൊന്ന്. സൂഫി കോട്ട് കൂടുതലായിട്ടും ജലാലുദ്ദീൻ റൂമിയുടെയാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിൽ സ്വാധീനിച്ചത്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഓരോ ഹോളാണ്. പക്ഷെ ഈ ഹോളിലൂടെയാണ്, ഈ ഹോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രകാശം വരാനായിട്ട് മറ്റു മാർഗമില്ല. അപ്പം സഫറിങ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗുരു. സഫറിങ് ആണ് ഏറ്റവും വലിയ ഗുരു. ഈ സഫറിങ് തീയാണ്, അഗ്നിയാണ്. വേദത്തിലും അഗ്നിനെ ഗുരു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സഫറിങ് ആണ് ഗ്രേറ്റസ്റ്റ് ഗുരു. സഫറിങ്ങിലൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഇത്. പിന്നെ കഥകളുണ്ട്, പക്ഷേ ഈ കഥകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂഫിസത്തിലാണെങ്കിലും ഈ ഉപനിഷത്തിലാണെങ്കിലും ഈ സെയിം കഥ തന്നെ പല സ്ഥലത്തും സിമിലർ ആയിട്ടുണ്ട്. ഇപ്പോൾ അന്ധന്മാർ വന്ന് ആനയെ, അത് സൂഫിസത്തിലുണ്ട്. അതേപോലെ ജൈനിസത്തിലുണ്ട്, ഹിന്ദുയിസത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കഥകൾ. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച
കോട്ട് Course. ഇതാണ്, സഫറിങ്ങിലൂടെയാണ് ആന്തരികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാവുന്നത്, എവല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് ധ്യാനം ഞാൻ പരിശീലിച്ചപ്പോൾ ആക്ച്വലി സൂഫി ഗാനത്തിലൂടെയാണ് എനിക്ക് ധ്യാനം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ. അത് ഇച്ഛ മസ്താൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂഫി ഗുരുവിൻ്റെ ആ ഒരു ഗാനത്തിലൂടെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടം ദർഗകളാണ്. ദർഗകളും സമാധി സ്ഥലങ്ങളുമാണ് ക്ഷേത്രങ്ങളെക്കാളും കൂടുതൽ താല്പര്യം. അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ ധ്യാനം തനിയെ സംഭവിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ പോകാറില്ല. പക്ഷെ കൂടുതലായിട്ടും ആ ഒരു ദർഗകളിലൊക്കെ പോയിരിക്കുക, ആ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ കൂടുതലായിട്ട് ആ ഒരു ധ്യാനം നമ്മൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ധ്യാനം ചെയ്തപ്പോഴും ആദ്യം ഉണ്ടായത് സ്ട്രഗിളാണ്. അപ്പോഴാണ് എൻ്റെ ഗുരു പറഞ്ഞത്, പാലാഴി മദനം ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ശൂർപ്പണകയും വിഷമൊക്കെയാണ്. അപ്പം അത് തന്നെയാണ് ധ്യാനം എന്നുള്ളത്. ചെറുതിലെ ആ ഒരു ധ്യാനത്തിൻ്റെ ആ ഒരു ഇത് വന്നത് വളരെ കഠിനമായിട്ടുള്ള സ്ട്രഗിൾ. എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും സപ്രസ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ അതിനെ നിരീക്ഷിക്കുക എന്നുള്ളൊരു പാഠം ബാബ വന്നപ്പോഴാണ്. ബാബ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ ലോകം കീഴ്മേൽ മറിഞ്ഞോട്ടെ, എന്ത് തന്നെ സംഭവിച്ചോട്ടെ, നിങ്ങൾ നിൽക്കുന്നിടത്തോ ഇരിക്കുന്നിടത്തോ ഇരിക്കുക, എന്നിട്ട് എന്താണോ സംഭവിക്കുന്നത് അതിനെ നോക്കിക്കാണുക, സാക്ഷിഭാവം. ഈ സാക്ഷിഭാവമാണ്, ഇത് വന്നപ്പോഴാണ് പല അത്ഭുതങ്ങളും സ്പിരിച്വലായിട്ടുള്ള പല ട്രാൻസ്ഫോർമേഷനും സംഭവിക്കാൻ തുടങ്ങി. അതാണ് എന്നെ ബുദ്ധിസത്തിലേക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. കൂടുതലും എനിക്ക് മഹായാന ബുദ്ധിസം ഭയങ്കര താല്പര്യമാണ്. മഹായാന ബുദ്ധിസത്തിലെ ടീച്ചിങ്സ്, വിപസന രണ്ട് രീതിയിൽ ഉണ്ട്. നമ്മുടെ തേരാവാഡ ബുദ്ധിസത്തിൽ തേരാവാഡ എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിസം ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ബുദ്ധനെ അങ്ങനെ ആരാധന വളരെ കുറവാണ്. പക്ഷെ ഈ മഹായാനയിലാണ് ലാമകളുടെ ടിബറ്റൻ, അത് കൂടുതലും നമ്മുടെ ഹൈന്ദവ രീതി തന്നെയാണ്. അപ്പം അതിനകത്തുള്ള അവിടെ അവർ വിപശ്യാന എന്ന് പറയും, വിപശ്യാന എന്ന് പറയും. അപ്പം ആ ഒരു മാർഗം ഭയങ്കര, ഒരുപാട് റിംപോച്ചേസിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ബുദ്ധിസം ഭയങ്കരമായിട്ട് തന്നെ സൂഫിസം പോലെ തന്നെ മതി. ബുദ്ധൻ്റെ ടീച്ചിങ്സ്, ബുദ്ധൻ്റെ മഹായാന ബുദ്ധിസത്തിലെ ടീച്ചിങ്സ്, അതേപോലെ തന്നെ മഹായാന ബുദ്ധിസത്തിലെ ഓരോ ചര്യകൾ, അവിടെയുള്ള സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബേനെ ഞാൻ ഒരു ബുദ്ധനായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള തമിഴ് സിദ്ധ പരമ്പരയാണ്. തിരുമൂലറിൻ്റെ തിരുമന്ദിരം എന്ന് പറയാറുണ്ട്. അപ്പോൾ തിരുമന്ത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് 3000 ശ്ലോകങ്ങളാണത്, 3000 പോയംസ് ആണുള്ളത്, 3000 കവിതകൾ. അപ്പോൾ അത് പക്ഷെ ഒരുപാട് തമിഴ് സിദ്ധ പാരമ്പര്യത്തിനെ കുറിച്ചും തമിഴ് സിദ്ധ പരമ്പരയും സൂഫീസുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചും. 18 സിദ്ധന്മാരിൽ ഒരാൾ രാമദേവറാണ്. രാമദേവറിൻ്റെ മറ്റൊരു പേര് യാക്കൂബ് സിദ്ധർ എന്നാണ്. അതായത് ബോഗറിൻ്റെ ഗ്രന്ഥമുണ്ട്, ബോഗർ 7000, ബോഗർ മഹർഷി എഴുതിയ. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, യാക്കൂബ് സിദ്ധർ മക്കയിൽ പോയി സൂഫിയായി കുറേ നാൾ ജീവിച്ചു. രാമദേവർ അളകർ മലയിലാണ് പിന്നീട് വന്ന് സമാധിയായത്. അപ്പോൾ എല്ലാം ഒരു കണക്റ്റഡ് ആണെന്നുള്ളൊരു, എല്ലാം വ്യത്യസ്തമല്ല, എല്ലാം ഒന്നായിട്ടിരിക്കുക. മനുഷ്യരാണ് അതിനെ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഏകദേശം എല്ലാ മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബുദ്ധ, സൂഫി, സായി, ഈ 3 മാർഗങ്ങളിലും എന്തെങ്കിലും സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് സിമിലാരിറ്റി എന്ന് പറയുന്നത് 3ഉം അദ്വൈതമാണ്, അതിൻ്റെ കോറിൽ അദ്വൈതമാണ്. നമ്മൾ എന്താ പറയുക, ഒരിതുമില്ല, നമ്മൾ മാത്രമേ സത്യമുള്ളെന്ന് പറയുന്ന ഒരു ബുദ്ധിസം ഉണ്ട്. അതാണ് തേരാവാഡ ബുദ്ധിസത്തിലെ ഒരു പർട്ടിക്കുലർ സെക്ട് ഓഫ് ആൾക്കാർ. അതെല്ലാം വന്നത് അസീവാകം എന്ന് പറയുന്നിട്ടുള്ള പണ്ടുള്ളൊരു സിദ്ധമതത്തിൽ നിന്നാണ്. അതിപ്പോൾ ഇല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോർ അതാണ്. മഹായാന ബുദ്ധിസത്തിൽ ഡോക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രഡീഷൻ ഉണ്ട്, അതേപോലെ സെൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രഡീഷൻ ഉണ്ട്.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ ബുദ്ധിസത്തിലാണെങ്കിലും സൂഫിസത്തിൽ വഹദത്തുൽ വജൂദ്, വഹദത്തുൽ വജൂദ് അതിനകത്തും, അതേപോലെ നമ്മുടെ ഭാരതീയ സമ്പ്രദായങ്ങളിലും ഇതിനകത്ത് ബാബയുടെ ട്രഡീഷനിലാണെങ്കിലും എല്ലാം അദ്വൈതമാണ് കൂടുതലായിട്ടും. അദ്വൈതം പല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പല രീതിയിലും അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് അദ്വൈതം തന്നെയാണ് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും റിലേറ്റ് ചെയ്യാനും പറ്റിയത്. നമ്മളൊരു ഒരു സെമറ്റിക്, ഒരു ഓർത്തഡോക്സ് രീതിയിലുള്ള ഒരു ദൈവം ആകാശത്തിരിക്കുന്നു എല്ലാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് പണ്ട് തൊട്ടേ എനിക്ക് താല്പര്യമില്ല. അപ്പം അത് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാത്തവർക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ടായിരിക്കാം. പക്ഷെ കൂടുതലായിട്ടും സർവചരാചരങ്ങളിലും ചൈതന്യമായിട്ട് കുടികൊള്ളുന്ന ആ ഒരു ഭാവമാണ് ഈ ബുദ്ധിസത്തിൽ. അവർ ദൈവം അല്ലെങ്കിൽ വാക്കുകൾ വേറെയാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധിസത്തിൽ അദ്വൈതം എന്നുള്ള വാക്കുണ്ട്. ബുദ്ധിസം ത്രിപീഠകങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അദ്വൈതം എന്ന വാക്ക് ഒരു പക്ഷെ ആദ്യമായിട്ട് അദ്വൈതം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചത് ഒരു പക്ഷെ ബുദ്ധനായിരിക്കും. കാരണം ത്രിപീഠകങ്ങളിലുണ്ട് അദ്വൈതം. പിന്നെ ബാക്കിയെല്ലാം സൂഫിസത്തിലാണെങ്കിലും എല്ലാം അദ്വൈത മാർഗമാണ്. അപ്പോൾ ബുദ്ധിസം കൂടുതലായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് അദ്വൈതം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും നല്ലൊരു മോഡേൺ ടേംസ് ഉപയോഗിച്ചാണ് ബുദ്ധിസത്തിൽ അദ്വൈതത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല യുക്തിവാദികൾക്കും അത്ര ബുദ്ധിസത്തിനെ അവരത്ര എതിർക്കാറില്ല. കാരണം പറയുന്നത് ഒന്നാണെങ്കിലും അവര് ഇപ്പൊ നമ്മള് ബ്രഹ്മം എന്നുള്ള വാക്കിന് എനർജി എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് കൂടുതലായിട്ട് ആ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് ആക്ച്വലി. പക്ഷേ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ധ്യാനം അങ്ങ് ചെയ്യാറുണ്ട്. സൂഫി പാട്ടുകൾ കേൾക്കുമ്പോഴായിരിക്കും ധ്യാനത്തിലേക്ക് വഴുതി വീഴുന്ന ആ ഒരു ധ്യാനം സംഭവിക്കുന്നപ്പോഴായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഷിർഡി സായിയുടെ ഭക്തിയും അല്ലെങ്കിൽ ജ്ഞാനവും ഈ ധ്യാനത്തെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? സായിബാബയുടെ മാർഗത്തിൽ വന്നതിന് ശേഷമാണ് ധ്യാനവും ഉറക്കവും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായത്. ഉറക്കം ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, തനിയെ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമല്ലേ പറ്റുള്ളൂ. ഉറക്കം തനിയെ സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ ധ്യാനം പല രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ചിലപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്നതായിരിക്കില്ല, തനിയെ സൃഷ്ടിക്കും. അപ്പോൾ സംഭവിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലായത് ബാബയുടെ മാർഗത്തിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ ബാബയുടെ ഒരു ടീച്ചിങ്ങിലും ധ്യാന പരിശീലനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ധ്യാനത്തിനെ ബാബ ഒരിക്കലും ഒരു പരിശീലനം, ഒരു ആ വാക്ക് നമുക്ക് ജനറലി ഉപയോഗിക്കുകയാണെങ്കിലും കൂടുതലായിട്ട് ധ്യാനം സംഭവിക്കാനുള്ള പല മാർഗങ്ങളെ കുറിച്ചാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. ബാബ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭക്തി, ചര്യകൾ, നവോപിതം എല്ലാം ചെയ്യാം, പക്ഷെ ധ്യാനം അത്യാവശ്യമാണെന്ന് പറയാറുണ്ട്. ബാബേനെ കൂടുതലായിട്ടും 2 രീതിയിലുള്ള ധ്യാന മാർഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, നിങ്ങൾക്ക് ബാബ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ പേരിനും രൂപത്തിനും അതീതമായിട്ട് നിങ്ങളിലും സർവചരാചരങ്ങളിലും ഒരു ഞാൻ കുടികൊള്ളുന്നുണ്ട്. ആ ഞാനാണ് സായി. അത് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിർഡിയിൽ വരേണ്ട ആവശ്യമില്ല എന്ന് ബാബ ഒരു കോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് അങ്ങോട്ട് മനസ്സിലേക്ക് കയറുന്നില്ലെങ്കിൽ, അത് കയറുന്നത് വരെ നിങ്ങൾക്ക് എൻ്റെ രൂപത്തിനെ ധ്യാനിക്കാം. അംഗപൂജ, അതായത് ബാബയുടെ ഓരോ അംഗങ്ങളും. ബുദ്ധിസത്തിൽ നമ്മൾ ഒരു ചര്യയുണ്ട്. ഒരു ദിവസം ബുദ്ധൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീലങ്കൻ രാജാവിന് ബുദ്ധനെ ക്ഷണിച്ചു. ശ്രീലങ്കൻ രാജാവ് എന്തോ ഒരു ഫംഗ്ഷനാണ് ക്ഷണിച്ചത്. അപ്പോൾ ബുദ്ധന് വരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ബുദ്ധന്റെ തന്നെ രൂപം ഉണ്ടാക്കി. അന്നൊന്നും ബുദ്ധിസത്തിൽ തുടക്കത്തിൽ ബുദ്ധന്റെ രൂപം ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികൾ വളരെ ഇല്ലായിരുന്നു. ഒരു കമ്പോ ഒക്കെ വെച്ചിട്ടാണ്, ചെറിയ കമ്പൊക്കെ വെച്ച് ഒരു ഫോക്കസിന് വേണ്ടി മാത്രം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ഫ്രണ്ടിലൊക്കെയാണ്. അപ്പോൾ ബുദ്ധൻ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു,
ബോധോദയം ലഭിച്ച വ്യക്തിയുടെ രൂപം പോലും രൂപവും എൻലൈറ്റൻഡ് ആണ്. അത് കാണുന്നതും സാന്നിധ്യവും ഒന്നാണ്. ബാബേൻ്റെ രൂപം നമുക്ക് അറിയാം. ബാബ പറഞ്ഞിട്ടുള്ളത് രൂപം, എൻ്റെ രൂപത്തിനെ കണ്ണുകൾ അടച്ച് എൻ്റെ രൂപത്തിലെ കണ്ണുകൾ തുറന്ന് എൻ്റെ രൂപത്തിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ അവിടെ ധ്യാനം സംഭവിക്കും. ഈ കാര്യം അറിയില്ലെങ്കിൽ, ഈ ബോധമാണ് എല്ലാം എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇത് തന്നെയാണ് ഖുറാനിൽ പറയുന്നത്. ഖുറാനിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇത് മുത്താക്കീൻ എന്നുള്ളതാണ്. അത് ഉള്ളിൽ വെളിച്ചമുള്ളവർ മാത്രമേ ഇത് തുറന്ന് വായിക്കാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ ഉള്ളിൽ വെളിച്ചം ഉണ്ടായിട്ട് വായിക്കേണ്ട ഗ്രന്ഥമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും. നമ്മൾ സാധാരണ പറയുന്ന രീതിയിലുള്ള അർത്ഥമായിരിക്കില്ല അതിന്. അപ്പോൾ ആ രീതിയിലുള്ള മിക്ക ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ വ്യാഖ്യാനങ്ങൾ. ഭഗവത്ഗീതയെ നമ്മൾ ചില ആൾക്കാർ വായിക്കുമ്പോൾ അതിനെ യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമായിട്ട് തോന്നും. പക്ഷെ വെളിച്ചം ഉള്ള ഒരാൾ വായിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവും. അതേപോലെ ബാബ 2 മാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രൂപധ്യാനം, അതായത് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ബുദ്ധനായി തീർന്ന് ഒരു ഗുരുവിൻ്റെ രൂപത്തിനെ ധ്യാനിക്കുക. രണ്ടാമത്തത് ഈ ബോധം, ഐ എന്നുള്ള ഹൂവാമായി എന്നുള്ള രമണ മഹർഷി പറയുന്ന പോലെ ആത്മവിചാരം. ഈ 2 മാർഗമാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. അത് സംഭവിക്കേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ബാബ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചിട്ടില്ല, ഇല്ല. പക്ഷെ ഈ 2 മാർഗവും നിങ്ങൾക്ക് പിന്തുടരാമെന്ന് പറഞ്ഞു. ഋഷി ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, രൂപധ്യാനവും ഒരു ബുദ്ധ ഇതും എല്ലാം കൂടെ, അതെല്ലാം പറയുന്നത് തന്നെ ഒരു കോൺഷ്യസ്നെസ് ലെവലിലാണ്. ഇതിനെല്ലാം കണക്ട് ചെയ്ത് വരുന്ന, ഇതിനെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റോറി നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ബുദ്ധ സ്റ്റോറി എന്ന് പറയുന്നത്, ബുദ്ധ എന്ന് പറയാം, ബുദ്ധിസത്തിന്റെ ഒരു പോലെ തന്നെ താവോയിസം നടന്നിട്ടുള്ള ലൗട്സുവിൻ്റെ ഒരു കഥ, ഒഴിഞ്ഞ പാത്രമാവുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. അതായത് ഒരു 2 പേര് ഒരു ഗുരുവിനെ കാണാനായിട്ട് വരുവാണ്. അവർ വന്നിരിക്കുകയാണ്. 2 പേരും പണ്ഡിതന്മാരാണ്. ഗുരു ഇങ്ങനെ ഒരു ചായ ഒഴിച്ചുകൊണ്ടിരിക്കുക. ചായ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരിത് കണ്ടിട്ട് എന്താ പറയുക, ഗുരുവിന് എന്ത് പറ്റി, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ ഇതേപോലെയാണ്, ഒഴിഞ്ഞ കപ്പായിട്ട് വരുള്ളൂ. അത് വളരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏത് ഗുരുവിൻ്റെ അടുത്ത്, ഏതൊരു ആചാര്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും ബാബയുടെ ആ ഒരു കൃപ കൊണ്ട് ഒരു പ്ലെയിൻ ആയിട്ടാണ്, നമ്മുടെ ആ ഒരു ഭാരവുമായിട്ട്, മീൻസ് അറിവിൻ്റെ ഭാരമായിട്ട് പോകാറില്ല. പണ്ട് പോകാറുണ്ടായിരുന്നു, ബാബ വന്നതിന് ശേഷം പോകാറില്ല. അപ്പോൾ പണ്ട് നമ്മൾ ഓരോ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, ഇയാൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാവരിലും കുടികൊള്ളുന്ന അത് തന്നെയാണ്. എല്ലാവരിലും അവരുടേതായിട്ടുള്ള അനുഭവങ്ങളും ഇതുകൊണ്ട് എല്ലാവരെയും അംഗീകരിക്കാനായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ആണ് ബുദ്ധിസത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഒരു ഇത്. ഒരു ദിവസം ബുദ്ധൻ്റെ അടുത്തൊരു അൺടച്ചബിൾ ആയിട്ടുള്ളൊരു സ്ത്രീ വന്നു, ജാതിയിൽ താഴ്ന്ന്. അപ്പം അന്ന് ആ ബുദ്ധിസം ഉണ്ടായ സമയമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ജാതീയത വെച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബുദ്ധൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ലേഡി പറഞ്ഞു, അങ്ങ് ഇങ്ങോട്ട് വരരുത്, ഞാൻ ഇന്ന ജാതിയാണ്. അപ്പോൾ ബുദ്ധൻ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ബുദ്ധൻ ഓടിപ്പോയി അവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ സന്യാസിയാണ് ഇന്ന് മുതൽ. അപ്പം അത് അക്സെപ്റ്റൻസ് ആണ് ബുദ്ധിസം ഏറ്റവും കൂടുതൽ ഉള്ളത്. ബുദ്ധിസത്തിലാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ധർമ്മങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുന്ന, സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ട്, ടിബറ്റൻ ബുദ്ധിസത്തിലാണെങ്കിലും പല ദേവന്മാരും, അതിന് മുമ്പുള്ള ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു റിലീജിയൻ എന്ന് പറഞ്ഞു, അതിനെ അവർ ലയിപ്പിക്കുക ചെയ്യുക. കേരളത്തിലും അങ്ങനെ നമ്മൾ അങ്ങനെ പല ഇൻഡിജിനസ് ആയിട്ടുള്ള
ഇതിനെ എല്ലാം ലയിപ്പിച്ചിട്ടല്ലേ നമ്മുടെ ഇപ്പോൾ ഒരു അതെ. ധർമ്മം ഉം. നിൽക്കുന്നത്. അതേപോലെ ബുദ്ധിസത്തിലെ അക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ട്, ബുദ്ധ യോഗികളാണെങ്കിൽ പോലും ഞാൻ തന്നെ ചിലവരെടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഈ ബുദ്ധിസത്തിലെ ഈ ക്രമങ്ങളെ കുറിച്ചിട്ടുള്ള. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരും. അതേപോലെ തന്നെ അവരൊന്നും സ്പിരിച്വാലിറ്റിനെ ഒരു കച്ചവടമായിട്ട്, സാധനേനെ ഒന്നും ഒരു കച്ചവടമായിട്ട് ചെയ്യാറില്ല. അവര് എന്തെങ്കിലും സ്കില്ലുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് ഫീസോ അങ്ങനെയുള്ള ഡൊണേഷനോ ഒക്കെ ചെയ്യുക, എന്തെങ്കിലും പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ. പക്ഷെ ഒരു സാധന വളരെ ഒരു സാധന പ്യുവറായിട്ട് തന്നെയാണ്. പലരും ഉണ്ടാവാം അങ്ങനെയുള്ളവർ. ബുദ്ധിസത്തിലെ ഏറ്റവും വലിയ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സ്റ്റോറി ഏതാണ്? ഈ സ്റ്റോറി പല ട്രഡീഷനിലുള്ള ആൾക്കാർ അവരുടേതായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇതിൻ്റെ നമ്മൾ താവോയിസം ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താവോയിസത്തിന് ഈ ബോധിധർമ്മനുമായിട്ട്, ഈ ലാവോട്സുവും ബോധിധർമ്മനുമായിട്ടുള്ളൊരു ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബോധിധർമ്മനും അതേപോലെ തന്നെ ബോഗറും ലാവോട്സുമായിട്ടും കണക്ഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. അത് എത്രമാത്രം അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ച് ചെയ്യാറുണ്ട്. ബോധിധർമ്മനെ പലരും പറയുന്നത് കേരളത്തിലായിരുന്നു ബോധിധർമ്മൻ. ബോധിധർമ്മനെ ചൈനയിലുള്ള ബോധിധർമ്മന്റെ പേര് ദാമോ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ദാമു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചില ചരിത്രകാരന്മാർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. പോറ്റി ദാമു എന്നാണ് ബോധിധർമ്മയിലെ ചൈനയിലെ പേര്, പോറ്റി ദാമു. അപ്പോൾ അത് ഇവിടെയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, കാരണം ഓൾറെഡി സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് പുള്ളി പോയിട്ടുള്ളത്, അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കണക്ഷൻ ത്തിനെ കുറിച്ചിട്ടുള്ള റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാർ ഈ പട്ടണം ഗവേഷണമൊക്കെ നടത്തിയപ്പോൾ PJ ചെറിയാൻ സാറൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ച് നടത്തുന്നുണ്ട്. ബോധിധർമ്മനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം നോർത്ത് കേരളയിൽ എവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത്. ബുദ്ധിസത്തിലെ തന്നെ ശ്രീമൂലവാസം എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിസത്തിൽ പണ്ട് കാലത്ത് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള രേഖകളുമുണ്ട്. ഏകദേശം അമ്പലപ്പുഴ ആ ഒരു സൈഡാണ് എന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലുള്ള ബുദ്ധ പ്രതിമയുടെ താഴെ എഴുതിയിട്ടുണ്ട് ദക്ഷിണപാതേ ശ്രീമൂലവാസേ. അപ്പോൾ ആ ഒരു ബുദ്ധിസം കേരളവുമായിട്ട് ബുദ്ധിസത്തിന് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചും പല പല പുസ്തകങ്ങൾ ഉണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പല ബുദ്ധ പ്രതിമകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാവേലിക്കരയിലും ഒക്കെ ബുദ്ധിസവും ജൈനിസവും ജൈന ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ കേരളത്തിൽ, വർഷങ്ങൾ പഴക്കമുള്ള. അപ്പം അത് ഏറ്റവും കൂടുതലും ഈ നമ്മുടെ ഈ ഒരു കൊല്ലം, ആലപ്പുഴ ഭാഗത്താണ് കൂടുതലും നമുക്ക് ഈ ബുദ്ധ പ്രതിമകൾ കിട്ടിയിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് ശ്രീലങ്കയിൽ അനുരാധപുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയ ബുദ്ധപ്രതിമകളും അവിടുത്തെ ബുദ്ധപ്രതിമകളും നമ്മൾ വളരെ സിമിലാരിറ്റി ഉണ്ട്. ബുദ്ധിസവും കേരളവുമായിട്ടൊരു കണക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. കേരളത്തിൻ്റെ പല ആചാരങ്ങളിലും ബുദ്ധിസം ആക്ച്വലി ഹിന്ദു മതത്തിലേക്ക് ലയിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർ അത് മാത്രമാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സ്വാധീനം ഡെഫിനറ്റ്ലി ഉണ്ട്, ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാധീനം. ഋഷിജി, അങ്ങയുടെ മാർഗം ഭക്തിയിലൂടെ ജ്ഞാനത്തിലേക്ക് എത്തുക എന്നങ്ങ് തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. സുഫി ഭജനകളും ഇഷ്ടമാണ്. അപ്പം ഭക്തിയുടെ ബേസ് എന്ന് പറയുന്നത് ലയനമാണല്ലോ. അപ്പം ആ ലയനം സംഭവിക്കണമെങ്കിൽ ആ ഒരു നമ്മുടെ ഹൃദയം അത്രയും നൈർമല്യമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് പാട്ട് എന്തുകൊണ്ടും നമ്മളെ സഹായിക്കുന്നതാണ്, അത് സംഗീതം. അപ്പം അങ്ങ് നമുക്ക് വേണ്ടി 2 ഭജന ഒന്ന്. എന്നിലേക്ക് വന്ന ഒരു ഭജനയാണ്, ഞാൻ തന്നെ എഴുതി ആ ഈണം എന്നിലേക്ക് വന്ന ഒരു ഭജനയാണ്. ബ്രഹ്മമയം ശിവബ്രഹ്മമയം ആത്മാനന്ദലോകനാഥ ശിവാവതാര സായിനാഥ ശിവസ്വരൂപ സായിനാഥ
ആനന്ദ ശിവസാഗരസാഗരം ആനന്ദ ശിവസാഗരസാഗരം ആത്മാനന്ദ സായിനാഥ ആത്മാനന്ദം സായിനാഥം ബ്രഹ്മഗുരവേ സച്ചിദാനന്ദം ബ്രഹ്മഗുരവേ സച്ചിദാനന്ദം ശിവ ശിവ ഹര ഹര നാഥ ശിവ ശിവ ഹര ഭജ സായിനാഥ ശിവ ശിവ ഹര ഭജ സായിനാഥ. ഋഷിജി, നമ്മൾ ഷിർഡി സായിബാബയുടെ വിഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് പൊതുവെ കാണുന്നതിൽ നിന്നും സായിബാബയുടെ മുഖത്ത് നോക്കുമ്പം ഒരു ചിരി, ഉള്ളിൽ നിന്നുള്ള ഒരു ചിരി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു പ്രത്യേക സങ്കല്പത്തിൽ ചെയ്തതാണോ? അത് സായിബാബയുടെ വിഗ്രഹം ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, നമ്മൾ ഉണ്ടാക്കി വെച്ച വിഗ്രഹം വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന വിഗ്രഹം. അങ്ങനെ മാനുഫാക്ചറേഴ്സ്, രാജസ്ഥാനിലുള്ള വിഗ്രഹം മാർബിളിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സുമായിട്ട് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു വ്യക്തിനെ നമ്മളുടെ ബഡ്ജറ്റിനും നമ്മളുടെ എല്ലാത്തിനും ഒത്തു വന്നൊരു വ്യക്തിയെ, ക്വാളിറ്റിയും എല്ലാം ഒത്തു വന്നപ്പോൾ നമുക്ക് കൊടുക്കാനൊരു മോഡലില്ല. എനിക്ക് കൊടുക്കാനൊരു മോഡലില്ല. എനിക്ക് വേണമെങ്കിൽ ഷിർഡി സായിബാബ എന്നുള്ളൊരു ഷിർഡിയിലെ വിഗ്രഹത്തിൻ്റെ മോഡൽ കൊടുക്കാമായിരുന്നു. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ പറഞ്ഞു ബാബയുടെ ഒരു വിഗ്രഹം വേണം. അവർ കുറേ മോഡലുകളൊക്കെ അയച്ചു തന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, എനിക്ക് കുറച്ച് പ്രസന്നമായിട്ടുള്ളൊരു, കാരണം ഞാൻ പല ക്ഷേത്രങ്ങളിലും ബാബയുടെ വിഗ്രഹം ചില ക്ഷേത്രങ്ങളിൽ വളരെ വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നാറുണ്ട്. ചില സമയത്ത് വളരെ ഗൗരവത്തിലിരിക്കുന്നു. ഷിർഡിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഷിർഡിയിലെ ബാബ നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നീ വീണ്ടും വന്നോ എന്നുള്ള രീതിയിൽ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ്. ചില സമയം വളരെ പ്രസന്നമായിരിക്കും. ഓരോ കോണിൽ നിന്നും ഷിർഡി സായിയെ നോക്കുമ്പോൾ പല പല പ്രസന്നമായിട്ടുള്ള ഇതാണ്. ഒരു ദിവസം ഞാൻ ഷിർഡിയിൽ പോയപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായി. എനിക്ക് പനി വന്നു, ബോധം കെട്ടു വേണം ട്രെയിനിൽ, എന്നിട്ടും പോയി. പരീക്ഷണം അത്രയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഷിർഡി സായിനെ ഒരിക്കലും ഒരു വീട്ടിലെ ഒരു അംഗത്തിനെ പോലെയാണ് സംസാരിക്കുന്നത്. അത്ര വലിയ ബഹുമാനം അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടല്ല, വളരെ നമ്മൾ സാധാരണ സംസാരിക്കുന്നത്. ഞാൻ അപ്പോൾ എനിക്ക് ക്യൂവിലൊക്കെ നിന്ന് ബാബേനെ കണ്ടിട്ടൊന്നും ഒരു തൃപ്തിയില്ല. കാരണം എനിക്ക് പനിയാണ്, കടുത്ത പനി മാത്രമല്ല ഭയങ്കര ക്ഷീണം, നിൽക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ബാബയെ നോക്കുമ്പോൾ ബാബ എന്താ ഒരു നമ്മളെ മൈൻഡ് പോലും ഇല്ലാത്ത രീതിയിലാണ് വിഗ്രഹം. അപ്പോൾ ഞാൻ ബാബയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പരാതി പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ബാബയുടെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ എന്തോ ഒന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ അടിച്ച് കയറുന്ന പോലെ തോന്നി. എന്താണെന്ന് എനിക്ക് ഇന്നും അറിയില്ല, ഞെട്ടൽ പോലെയാണ് ആയിരുന്നത്. ആ സമയത്ത് എൻ്റെ പനി പോയി. അതിനുശേഷം ഈ ഒരു അനുഭവം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ വിഗ്രഹം പണിയാനായിട്ട് കൊടുത്തപ്പോൾ ഒറ്റ കല്ലിൽ വെട്ടിയെടുത്ത വിഗ്രഹമാണ് ഈ വിഗ്രഹം. 200 കിലോ ഉണ്ട് വിഗ്രഹം. ഇത് കയറ്റിയത് തന്നെ വളരെ പാടുപെട്ടാണ്. ഇവിടെ കയറ്റി നമ്മളൊന്നും പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ പ്രസന്നമായിട്ടുള്ളൊരു മുഖമുള്ളൊരു, കാരണം നമുക്ക് ആൾക്കാർക്ക് കാണുമ്പോൾ അവർക്കൊരു ഓൾറെഡി വിഷമിച്ചായിരിക്കും ആൾക്കാർ വരുന്നത്. ബാബേനെയും കൂടെ കണ്ട് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പ്രസന്നമായിട്ടുള്ളൊരു മുഖമുള്ളൊരു ബാബേനെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു വിഗ്രഹവും പറഞ്ഞിട്ടില്ല
അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെയാണ് ബാബ വന്നത്. അപ്പോൾ ഒരു കൃഷ്ണനെ പോലെയാണ് ഞാൻ കാണുന്നത് ബാബയെ. കൃഷ്ണനെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പലർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബാബേനെ നോക്കുമ്പോൾ കൃഷ്ണനെ നോക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങളും ഈ വിഗ്രഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഞാൻ അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാലും ഈ വിഗ്രഹം സാധാരണ ഒരു വിഗ്രഹമല്ല. അത് നമ്മൾ സത്സംഗിൽ തന്നെ പല ആൾക്കാർക്കുള്ള അനുഭവങ്ങൾ, പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്സംഗിൽ ഇരിക്കുമ്പോഴും ഒക്കെ പല പല തന്ത്രിമാരും ഒക്കെ ഇവിടെ വന്നിട്ട് വിഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷിർഡിയിലുള്ള ആൾക്കാർ വന്നിട്ടും അവരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ. ലൈവ് ഒരു ഫീലിംഗ്. അതെ, ലൈവ് ഫീലിംഗ് മാത്രമല്ല, ലൈവ് ആണ്. അങ്ങനെ തന്നെയാണ് ഈ വിഗ്രഹം. അപ്പോൾ ഒരു കുട്ടിയെ നോക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വിഗ്രഹം, കാരണം ഞാൻ തന്നെ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ക്രിറ്റിസിസം അല്ല ഇത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ. പക്ഷേ ചില 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 ക്ഷേത്രങ്ങളിൽ ബാബേനെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നും. ബാബയ്ക്ക് എന്തോ വിഷമമാണോ എന്താണോ ഉള്ള രീതിയിൽ. അതുകൊണ്ടാണ് പ്രസന്നമായിട്ടുള്ള മുഖം. പക്ഷെ ഇത്രയും പ്രസന്ന വരുമെന്ന് വിചാരിച്ചില്ല. ഗുരുദേവാ ഗുരു ഗോവിന്ദ, ഗുരുദേവാ ഗുരു ഗോവിന്ദ, മന്ദരഗിരിധര ശിരിഡിപുരീശ്വര, മന്ദരഗിരിധര ശിരിഡിപുരീശ്വര, ജയ ശിരിഡീശ്വര സായി ശിവാ, ജയ ശിരിഡീശ്വര സായി ശിവാ, ഗുരുദേവാ ഗുരു ഗോവിന്ദ, സുന്ദരരൂപാ ശ്രീ സായി ദേവാ, സുന്ദരരൂപാ ശ്രീ സായി ദേവാ, വൈദേഹി മോഹന നാരായണ, വൈദേഹി മോഹന നാരായണ, ഗുരുദേവാ ഗുരു ഗോവിന്ദ. ഋഷി, ഇപ്പം പൊതുവേ ഷിർഡി സായിബാബയെക്കുറിച്ച് കേരളത്തിൽ അത്ര പ്രചാരമില്ല. എന്നാൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മന്ദിരങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും ഈ ഷിർഡി സായിബാബ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അതിന് കാരണം എന്തായിരിക്കും? കാരണം എന്ന് പറയുന്നത്, ഷിർഡി സായിബാബയെ കുറിച്ച് അറിയാവുന്നവരുണ്ട്. പക്ഷെ ഷിർഡി സായിബാബയുടെ പുസ്തകത്തിൽ വന്നൊരു മാറ്റമാണ് അതിൻ്റെ കാരണം. കാരണം ഷിർഡി സായിയുടെ എല്ലാ ടീച്ചിങ്സും, ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷിർഡി സായിയുടെ പെർമിഷനോട് കൂടി എഴുതപ്പെട്ട ഒരു ബുക്കാണ് സായി സച്ചരിത്രം. അത് എഴുതിയത് ഹേമന്ത് പന്താണ്. ആ പുസ്തകമല്ല ഇപ്പോഴത്തെ സച്ചരിതം. അത് 1000 കൂടുതൽ പേജ് ഉണ്ട്. അതിവിടെ ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ടത്. ഈ പുസ്തകം ഒരു 200 പേജായിട്ട് അതിനെ കുറുക്കിയെടുത്തു. ഗുണാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അത് ഹേമന്ത് പന്ത് അല്ല എഴുതിയത്. ഗുണാജി, ഹേമന്ത് പന്തിൻ്റെ മരണശേഷം ഗുണാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷെ ആൾക്കാർക്ക് ചിലപ്പോൾ വായിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും 200 പേജുള്ളൊരു ബുക്കാക്കി ചുരുക്കി. ചെറിയ ഇപ്പം സച്ചരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിരിക്കും. അതിനകത്ത് ഫുള്ള് അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. ബാബയുടെ ഒരു ടീച്ചിങ്ങും ഇല്ല. ടീച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ 2 വരി ഉണ്ടാവും. ബാബയുടെ സൂഫിസത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല അതിനകത്ത്. പല കാര്യങ്ങളും ഇല്ല. അപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതങ്ങളല്ലേ കാണുന്ന ആൾക്കാർ. അപ്പം അതൊരു ഭക്തി മാർഗം മാത്രമായി പോവുകയാണ്. ബാബയുടെ ഗുരു പറഞ്ഞത് എന്താണെന്ന് എൻ്റെ അടുത്ത് ഒരു ദിവസം ബാബ ഒരു ഒരു ഉള്ളിലൊരു ടീച്ചിങ് പോലെ തന്നതാണ്. ബാബേനെ അർച്ചന ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല.
ഗുരുവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ടീച്ചിങ് ഫോളോ ചെയ്യലാണ്. ഗുരുവിൻ്റെ ടീച്ചിങ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഗുരുവിനെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ആ ടീച്ചിങ് ഫോളോ ചെയ്യാൻ നമുക്ക് മാർഗമില്ല. മെയിൻ ആദ്യത്തെ ഇപ്പോൾ വലിയ സച്ചരിത ഇപ്പോൾ ഏതോ ബാബയുടെ നിയോഗം പോലെ ഇപ്പോൾ അത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മുമ്പ് എൻ്റെ അടുത്ത് ഞാൻ തന്നെ വായിച്ചത് അതിൻ്റെ ഒരു PDF വെർഷനാണ്. അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. പക്ഷെ അത് എത്ര പേര് വായിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ബാബ തന്നെ തിരഞ്ഞെടുക്കുന്നവരാന്ന് തോന്നുന്നത്. ആ ഒരു ബാബ തന്നെ ഗുരുവാണല്ലോ ശിഷ്യരിലേക്ക് വരുന്നത്. പിന്നെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, പല സ്ഥലത്തും എല്ലാ ഭക്തി സ്ഥലങ്ങൾ പോലെ തന്നെ പല സ്ഥലത്തും അവിടെ നമ്മൾ അടുത്തോട്ട് നോക്കുമ്പോൾ പണമായിരിക്കും ഉദ്ദേശം. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. അപ്പോൾ ബാബേനെ ഉപയോഗിച്ചും പണം അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ ആയിട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, അത് എല്ലാ മാർഗങ്ങളിലും ഉണ്ട്. അപ്പം അവരൊന്നും ബാബയുടെ ടീച്ചിങ് പ്രചരിപ്പിക്കാൻ അത്ര താല്പര്യം കാണിക്കത്തില്ല. അവരുടെ ഉദ്ദേശം അതല്ല. അപ്പം അതൊരു ക്ഷേത്രം പോലെ തന്നെ, ഒരു ക്ഷേത്രത്തിലൊരു ദേവത പോലെ തന്നെ അത് നല്ലതല്ലെന്നല്ല, പക്ഷെ ആ ഗുരുവിൻ്റെ ടീച്ചിങ് അവിടെ മായപ്പെടുവാണ്. അവിടെ അറിയുന്നില്ല ആരും. അങ്ങനെ അറിയാത്തപ്പോൾ അവർ ആ ഒരു മാർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടീച്ചിങ് ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ബാബ അറിയിക്കേണ്ടവരെ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് അറിയിക്കും. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ബാബേനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ വലിയ സച്ചരിതയുടെ പ്രൊമോഷൻ വരുമ്പോഴാണ് ബാബയുടെ ടീച്ചിങ് നമ്മളിലേക്ക് ഞാൻ തന്നെ അറിഞ്ഞത് പിന്നെയാണ് വലിയ സച്ചരിത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ വലിയ സച്ചരിത ബാബയുടെ എല്ലാ സ്പിരിച്വൽ ടീച്ചിങ്സും ഉണ്ട്. അത് വായിക്കുന്നത് തന്നെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെയാണ്. അത് അതൊരു പുസ്തകമാണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. അതെനിക്കൊരു പുസ്തകമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അത് വായിക്കുമ്പോൾ നമ്മളിലേക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഭവമായിട്ട് വരിക ചെയ്യും. അത് ബാബ തന്നെ സച്ചരിതം എഴുതിയ ഹേമന്ത് പന്ത്, ദാബോൽക്കർ എന്നാണ് ഹേമന്ത് പന്തിൻ്റെ പേര്. ഇപ്പോൾ അണ്ണാ സാഹിബ് ദാബോൽക്കർജി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതാര് വായിക്കുന്നോ അവിടെ ഞാൻ വരും, അവിടെ അവർക്ക് എൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ബാബയുടെ പ്രോമിസ് പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബാബ അങ്ങനെ അനുഗ്രഹിച്ച ഗ്രന്ഥമാണ്. അതുകൊണ്ട് അത് ഗ്രന്ഥമാണെന്ന് ഞാൻ വിചാരിക്കാറില്ല. അപ്പോൾ അത് അതിനെക്കുറിച്ച് നമ്മളിവിടെ എല്ലാ ദിവസവും ഈ സത്സംഗ് എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠനങ്ങൾ നടത്താറുണ്ട്. അപ്പം അതിനകത്ത് വരുന്നവർ ആ ബാബ ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് സത്സംഗിലുണ്ടെങ്കിലും അത് കേൾക്കാൻ വരുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് അത് ബാബയായിട്ട് തന്നെ അത് ആ പ്രചാരം നടത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാബയുടെ ടീച്ചിങ്സിനെ കുറിച്ച് കുറച്ചും കൂടി വ്യക്തമാക്കി പറയാൻ പറ്റും? ബാബയുടെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ബാബ പൂർണ്ണമായിട്ടും അദ്വൈതമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്വൈതത്തിൽ സൂഫിസം കൂടെ കലർന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സൂഫിസത്തിൽ ഈ വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതും കൂടെ കലർന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാബയുടെ ടീച്ചിങ്സ് ഈ വലിയ സച്ചരിതത്തിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ള പാഠമുണ്ട്. അതിനകത്ത് ഉൾപ്പെടെ ബാബ വളരെ നീണ്ട പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ബാബയുടെ ടീച്ചിങ്സ് എന്താണ്, ആരാണ് ഞാൻ എന്നുള്ള രീതിയിലുള്ള വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ, അതാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകളില്ലാതെ നമ്മളൊരു സാധാരണക്കാരനോട് പറയുന്ന പോലെ. അദ്വൈത മാർഗമാണെങ്കിലും ബാബ പറയുന്നുണ്ട് ഭക്തിയിലൂടെയാണ് അതിലേക്ക് വരുന്നത് എളുപ്പം. ഭക്തി എന്തായാലും നമ്മൾ അവസാനം ആ ഒരു സറണ്ടറിൽ എത്തണം, ഭക്തിയിൽ എത്തണം എന്നുള്ളൊരു കാര്യവും ബാബ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തി പ്ലസ് ജ്ഞാനം ആണ് കൂടുതലായിട്ടും ബാബയുടെ ടീച്ചിങ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബാബ പിന്നെ എന്താണോ അവരുടെ മാർഗം അത് തന്നെ പിന്തുടരാനും പറയാറുണ്ട്. ചിലപ്പോൾ ചില സജഷൻസും കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബാബയുടെ ടീച്ചിങ്സ് ഉള്ളത്. ബാബയുടെ ടീച്ചിങ്സ് നമ്മൾ കൂടുതലായിട്ടും സച്ചരിതയിലാണ് ഉള്ളത്. പിന്നെ ബാബയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ബാബേനെ ദത്താത്രേയ
താന്ത്രിക സമ്പ്രദായം ഉണ്ടല്ലോ, ഉം. ദത്താത്രേയ മഹർഷിയുടെ ഉം. ആ ഒരു ലീനിയേജ്. ദത്താത്രേയ മഹർഷിയുടെ ഒരു അവതാരമാണ് ശ്രീപാദ ശ്രീവല്ലഭ മഹർഷി. ഉം. ശ്രീപാദ ശ്രീവല്ലഭ മഹർഷി 1200 ഉണ്ടായിരുന്നു, ജനിച്ചത്. 1200 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശങ്കർ ഭട്ട് എഴുതിയ ഗ്രന്ഥമുണ്ട്, ഉം. നമ്മുടെ ബാബയുടെ സച്ചരിതം പോലെ, ശ്രീപാദ ശ്രീവല്ലഭ ചരിത്രാമൃതം. ഉം. അതിനകത്ത് 800 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് സായിബാബ വരുമെന്ന്. ഉം. ആ ഗ്രന്ഥത്തിൽ പലർക്കും അത് അറിയില്ല നമ്മുടെ നാട്ടിൽ, പക്ഷെ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് സായിബാബയെ കുറിച്ചും, എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വന്നത്. അപ്പൊ സായി ദത്താത്രേയനാണെന്നുള്ള ദത്താത്രേയ അവതാരം, ദത്ത അവതാരം, ആ ഒരു ഹരിഹര ബ്രഹ്മ, ഉം. ആ ഒരു രൂപം, അത് ആ ദത്ത അവതാരമാണ് സായി എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രീപാദ ശ്രീവല്ലഭ ചരിത്രാമൃതത്തിൽ. അപ്പൊ ആ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ബാബേനെ കുറിച്ച് ഉണ്ട്. ബാബയുടെ ഇത് സൂഫിസത്തില് ബാബേനെ കുത്തബായിട്ടാണ് കാണുന്നത്. കുത്തബ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ബാബയുടെ ശിഷ്യനായിട്ടുള്ള മെഹർ ബാബ പറയും. മെഹർ ബാബ എന്ന് പറയുന്നത് ഒരു സൊറോസ്ട്രിയൻ ആണ്, പാഴ്സി. അദ്ദേഹം പറയുന്നത്, അദ്ദേഹവും അതേപോലെ സൂഫി പരമ്പരയിൽ കുത്തബ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ടെർമിനോളജി ഉപയോഗിക്കുകയാണ്. അപ്പൊ എല്ലാ സമയത്തും ഈ ലോകത്തുള്ള ഗുരുക്കന്മാരെ നയിക്കാനായിട്ട് 5 സദ്ഗുരുക്കന്മാരെ ആസ്ട്രൽ ഫോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോമിലുണ്ടോ. ഈ 5 സദ്ഗുരുക്കന്മാരെ നയിക്കുന്ന പരമഗുരുവാണ് കുത്തബ്. അങ്ങനെ ഈ ലോകത്ത് പല സമയത്തും പല കുത്തബുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കുത്തബാണ് ഷിർഡി സായി എന്നാ പറയും. നമ്മുടെ ഹിന്ദു രീതിയിൽ പറയുന്ന ഒരു അവതാരം എന്നുള്ള രീതിയിൽ, ആ രീതിയിലാണ് സൂഫികൾ ഷിർഡിയിൽ ധാരാളമായിട്ട് വരാറുണ്ട്. ബാബയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായിട്ടുള്ള അബ്ദുൽ ബാബ, ഹാജി അബ്ദുൽ ബാബ, അതിനകത്ത് ഹാജി അബ്ദുൽ ബാബയ്ക്ക് ബാബ പറഞ്ഞു കൊടുത്ത സൂഫി ടീച്ചിങ്സിന്റെ ഡയറി ഉണ്ട്. ഡയറി അത് പലരും അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സായി ബാബ ഇൻ ദ ലൈറ്റ് ഓഫ് സൂഫിസം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ മറിയൻ വാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പേപ്പറായിട്ട് വെച്ചതാ. അപ്പോൾ ഈ സൂഫി ഗ്രന്ഥത്തിനകത്ത് ഈ ഡയറി ഇവർ ഫുള്ള് ട്രാൻസ്ലേറ്റ് ചെയ്തു. വളരെ പഴയ മറാഠിയിലാണ് അതുള്ളത്. മറാഠിയല്ല, ഉറുദുവിലാണുള്ളത്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം അതിനകത്ത് ബാബ സൂഫി കാര്യങ്ങൾ. ഒരു സമയം മുഹമ്മദ് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത് പറയുന്നത് ശിവൻ എന്നായിരിക്കും. ആർക്കും ഒരിക്കലും മതം എന്നുള്ള സാധനം അവിടെ വരാതിരിക്കുന്ന രീതിയിലാണ് എല്ലാ ടീച്ചിങ്ങും ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും മാലാഖയുടെ പേര് പറഞ്ഞിട്ട് അടുത്ത ഹനുമാൻ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അത് ഒരു ആൾക്കും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല പുള്ളിയുടെ ഏത് മതത്തിനോടാണ് കൂടുതലും ബാബയ്ക്ക് എന്താ പറയാ ഒരു കൂടുതൽ ഇതൊന്നും. അപ്പൊ ആ ഒരു ബാബ തന്നെ പറയുന്നുണ്ടല്ലോ, മതം ആരും. ഇതിനെക്കുറിച്ച് ഓഷോ എടുത്ത് ഒരാൾ ചോദിച്ചപ്പോൾ, ഓഷോയെ ഞാൻ പണ്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഓഷോനെ കുറിച്ച് ഓഷോ എടുത്ത ഒരാൾ, എല്ലാവരെയും വിമർശിക്കുന്ന ആളാണല്ലോ ഓഷോ, ഓഷോ വിമർശിക്കാത്ത ഒരാൾ ഷിർഡി സായിയാണ്. അപ്പോൾ ഓഷോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദർ വാസ് എ ജെനുവിൻ സെയിന്റ് ആൻഡ് ഹി വാസ് ഷിർഡി സായി, ഹി വാസ് എ ബുദ്ധ എന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. ഓഷോയുടെ ഒരു പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഷോ പറയുന്നുണ്ട്, ബാബ എടുത്ത ഒരാൾ ചോദിക്കുകയാണ് ആരാണ് പേര്, എവിടുന്ന് വന്നു, എന്താണ് മതം എന്ന് ചോദിക്കുമ്പോൾ ബാബ പറയുന്ന ഒരു മറുപടിയായിട്ട്, അത് ഓൾറെഡി ഉള്ളതാണ് ഒരു ബുക്കിനകത്ത്, ആരും ജനിക്കുന്നത് പേരുമായിട്ടല്ല, ആരും ജനിക്കുന്നത് മതവുമായിട്ടല്ല, എനിക്ക് പേരും ഇല്ല മതവും ഇല്ല. അത് തന്നെയല്ല, സായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ലല്ലോ, സായി എന്നുള്ള സെയിന്റ് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ ബാബയ്ക്ക് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കബീർ ദാസുമായിട്ടാണ്. ബാബ എപ്പോഴും, അതുകൊണ്ടാണ് ഇവിടെ കബീർ ദാസിന്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അതീന്ദ്രിയൊന്നുമില്ല, പക്ഷെ നമ്മുടെ സാധാരണ മനസ്സിനെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങളും. അത് ബാബ മുഖേനയാണ് കബീർ ദാസ് എൻ്റെ ലൈഫിലേക്ക് വന്നത്. പിന്നെയാണ് ബാബയുടെ ടീച്ചിങ്സ് വരാൻ തുടങ്ങി. ആ അനുഭവം വന്ന തൊട്ടടുത്ത് ഞാൻ കാണുന്ന ബാബയുടെ ടീച്ചിങ് ആയിരിക്കും. ഞാൻ പണ്ട് കബീറായിരുന്നു, ചില സമയം ബാബ എൻ്റെ ഗുരു കബീറായിരുന്നു. ബാബയുടെ ഷിർഡിയിലെ ഗുരുസ്ഥാൻ കബീറിന്റെ സമാധിയാണ് എന്നൊക്കെ ബാബ പറയുന്ന, ബാബ നിരന്തരം കബീറിന്റെ ദോഹകൾ പാടി നടക്കുമായിരുന്നു. കബീർ ദാസിനെ ഭയങ്കര ഇതാണ്. അപ്പോൾ
ബാബ ബാബ എടുത്തൊരു ഇന്റർവ്യൂവിന് ഒരു ആള് വന്നപ്പോൾ എന്താണ് താങ്കളുടെ പരമ്പര എന്ന് ചോദിക്കുമ്പോൾ ബാബ കബീർ. ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ കബീർ ദാസിന്റെ പോലെ തന്നെ ഒരു മതത്തിനെല്ലാം അതീതമായിട്ടുള്ള ഇതല്ലേ. കബീർ ദാസിന്റെ സമാധിയുടെ സമയത്തും തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ഹിന്ദു മുസ്ലിം. അതേപോലെ തന്നെ ബാബയുടെ സമയത്തും ഉണ്ടായിരുന്നു. വളരെ സിമിലാരിറ്റിയാണ് കബീർ ദാസ്. അപ്പൊ കബീർ ദാസ് ബാബയുടെ ഒരു വളരെ കബീർ ദാസുമായിട്ട് വളരെ ഐക്യമാണ് ബാബയ്ക്ക്. അതുകൊണ്ടാണ് ഇവിടെ കബീർ ദാസിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് കബീർ ദാസിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഈ കബീർ ദാസിന്റെ സമാധി, കബീർ ദാസിന്റെ ജയന്തി എനിക്കിപ്പോൾ ചോദിച്ചാൽ എന്നാന്ന് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. ആ ദിവസം കബീറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും എൻ്റെ ലൈഫിൽ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും. അത് കുറേ ആയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഇതൊന്നും ഞാൻ കോയിൻസിഡൻസ് ആയിട്ട് കരുതി. അതിനുശേഷമാണ് ബാബയും കബീർ ദാസുമായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തതും കൂടുതൽ അതിനെക്കുറിച്ച് ഒരുപാട് രേഖകളുണ്ട് കബീർ ദാസിന്. ഇപ്പോഴും ബാബ പറഞ്ഞിട്ടുണ്ട്, ഗുരുസ്ഥാൻ ഷിർഡിയിലെ ബാബ മെഡിറ്റേറ്റ് ചെയ്ത വേപ്പുമരം, അവിടെ അത് കബീറിന്റെ സ്ഥലമാണ്. അവിടെ നിങ്ങൾ പോയി എല്ലാ വ്യാഴാഴ്ചയും ഊത് കത്തിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതുണ്ട്. തുടക്കത്തിലെ നമ്മൾ സാധനയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. എങ്ങനെയാണ് ഒരു സാധകനിൽ പരിവർത്തനം സാധന വരുത്തുന്നത്, അവൻ്റെ വീക്ഷണം തന്നെ മാറ്റിമറിക്കുന്നത്, അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. ഋഷിജിയുമായിട്ടുള്ള ഈ ഒരു സത്സംഗത്തിൽ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ വളരെ ചെറുപ്പകാലം തൊട്ടേ ഒരു സാഹചര്യം, ഒരു സ്പിരിച്വൽ ലൈഫിലോട്ടുള്ള ഒരു സാഹചര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരികയായിരുന്നു. ചിലപ്പോൾ അത് പൂർവജന്മ സുഹൃതം കൊണ്ട് തന്നെയായിരിക്കാം. ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു കണക്ഷനാണ് തുടക്കത്തിലേ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏതാണെന്നൊന്നും അറിയില്ല, എങ്കിലും ഒരു കണക്ഷൻ ഉള്ളിലുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ടിപ്പിക്കൽ സ്പിരിച്വൽ പ്രാക്ടീസുകളിൽ നിന്നുമെല്ലാം മാറി ഒരു ജ്ഞാനത്തിൻ്റെ വഴി, ആരാണ് ഞാൻ എന്താണ് എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു തുടക്കം മുതലേ, വളരെ ചെറുപ്പകാലം മുതലേ തന്നെ. അങ്ങനെ ഒട്ടേറെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച്, ഒട്ടേറെ ഗുരുക്കന്മാരിൽ കൂടി സഞ്ചരിച്ച് അവസാനം ആ ഒരു സദ്ഗുരുവിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഉള്ളിലെ ആ പ്രകാശത്തെ തന്നെ അദ്ദേഹത്തിന് ക്ലിയറായിട്ട് ഒരു ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിച്ചതും അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ശരിക്കും ഗുരു ഒരു സാധകനിലേക്ക് അല്ലെങ്കിൽ ഒരു ശിഷ്യനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അവനെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അവനെ മാറ്റം വരുത്തി എന്താണോ അവൻ്റെ ലക്ഷ്യം അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ നിരീക്ഷണം ഉള്ളിൽ നടത്തുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ രചനകളിലൂടെയും ഗുരുവിൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹം സന്ദേശമായിട്ട് നൽകുന്നത്. ഭാരതത്തിൽ വന്നിട്ടുള്ള എല്ലാ ഋഷിമാരും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഋഷി പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് ഗുരുക്കന്മാരുടെ ആ രചനകളെ, വാക്കുകളെ വിശ്വസിച്ച് അതിനെ സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെയാണ് ഋഷിജി സമൂഹത്തിലൊരു സേവനം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും സമർപ്പിച്ച് ജീവിക്കുകയാണ്. എന്തായാലും ഋഷിജിയെ പോലെയുള്ളൊരു യുവ സാധകനെ നമുക്ക് നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിലൂടെ സാധകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. ഋഷിജി, നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? സാധന ചെയ്യുന്ന എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഓൾറെഡി ഉള്ളവരാണ്, ഗുരുവിൻ്റെ അനുഗ്രഹം ഉള്ളവരാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ സത്സംഗമാണ് ഏറ്റവും വലിയ സാധന. സത്സംഗം എവിടെ നടക്കുന്നുണ്ടോ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ എത്ര അടുത്തിരിക്കാൻ സാധിക്കുന്നോ, അവരുടെ അറിവ് നമ്മൾ എത്ര കേട്ടിരിക്കാൻ സാധിക്കുന്നോ, അവരുടെ സാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നോ, അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സാധന. ബാക്കി സാധനം എല്ലാം സൈഡിലൂടെ പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സത്സംഗം നമ്മൾ എവിടെയൊക്കെ നടക്കുന്നോ അങ്ങനെയുള്ള സത്യത്തിനെ കുറിച്ച്
സംസാരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള സദ്ഗുരുക്കന്മാർ എവിടെയെല്ലാം ഉണ്ടോ, അവിടെയെല്ലാം നമ്മളായിരിക്കുമ്പോൾ നമ്മളിൽ പരിവർത്തനം ഉണ്ടാവും. ബാക്കിയെല്ലാം നമ്മൾ അല്ലാതെ ചെയ്യുന്ന സാധനകൾക്ക് കൂടുതലും ഒരു 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 ഫ്രൂട്ട്ഫുള്ളായി മാറും എന്നുള്ളതാണ്. അപ്പോൾ സത്സംഗം അറ്റൻഡ് ചെയ്യുക, അതിൽ കൂടുതലൊരു സാധന ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും സത്സംഗത്തിലൂടെ സഞ്ചരിക്കുക. അതേപോലെ ഗുരുക്കന്മാരുടെ ജീവിതം പറയുന്ന ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ യോഗിയുടെ ആത്മകഥ എക്സാമ്പിൾ, ഗുരുക്കന്മാരുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാധനയിൽ ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും പ്രയാസഘട്ടങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും നമുക്കൊരു ധൈര്യവും നമുക്കൊരു ഇൻസ്പിറേഷനും തരും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ പണം കൊടുത്ത് എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ വാങ്ങാൻ പറ്റും എന്നുള്ള രീതികളും, അതേപോലെ തന്നെ സിദ്ധികളുടെ പുറകെ പോകാതിരിക്കുക. എന്തെങ്കിലും പതഞ്ജലിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ അവസാനത്തെ പ്രലോഭനമാണ് സിദ്ധികളുടെ പുറകെ നമ്മൾ പോകാതിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഗുരു വന്നെത്തും. ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അകത്തുള്ള ഈശ്വരൻ നമ്മൾ ഉദിക്കും. അപ്പോൾ നമ്മുടെ സാധനയും നമ്മളുടെ ആത്മീയ ജീവിതവും ധന്യമാവും. शिरडी साई द्वारकमाई हृदय निवासी साई राम. शिरडी साई द्वारकमाई हृदय निवासी साई राम. साई राम साई राम एक नाम सुंदर नाम. साई राम एक नाम सुंदर नाम. शिरडी साई द्वारकमाई हृदय निवासी साई राम. अल्लाह ईश्वर साई राम. अल्लाह ईश्वर साई राम. शिरडीपुरी के हे भगवान. शिरडीपुरी के हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. साई राम एक नाम सुंदर नाम. शिरडी साई द्वारकमाई हृदय निवासी साई राम.